യേശു കർത്താവിൻ്റെ മടങ്ങി വരവാണ്. കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമെന്ന് അനവധി സാക്ഷി തെളിവുകൾ വിശുദ്ധ ബൈബിളുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞു അവൻ മടങ്ങി വരുമെന്ന്. മടങ്ങി വരുമെന്ന് കർത്താവ് പറഞ്ഞെന്ന് മാത്രമല്ല, അതിൻ്റെ തെളിവും കർത്താവ് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ വായിച്ചത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്തൊരു വാക്യമാണ്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലാണ് നോഹയുടെ കാലത്തെക്കുറിച്ച് നമ്മൾ കാണുന്നത്. നോഹയുടെ കാലത്തെക്കുറിച്ച് പറയും മുമ്പ് നോഹയെ ഒരു വാക്കിൽ ബൈബിൾ പരിചയപ്പെടുത്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 2 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 28-29 വാക്യവും 6-9 വായിച്ചാൽ. ലാമേക്കിന് 182 വയസ്സായപ്പോൾ അവനൊരു മകനെ ജനിപ്പിച്ചു. യഹോവ ശപിച്ച ഭൂമിയിൽ നമ്മുടെ പ്രവൃത്തിയിലും നമ്മുടെ കൈകളുടെ പ്രയത്നത്തിലും ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് അവന് നോഹ എന്ന് പേരിട്ടു. മതി. ഇനി 6-9 വായിച്ചാൽ. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി, അവർക്ക് പുത്രന്മാർ ജനിച്ചപ്പോൾ 6-9 6-ാം അധ്യായം 9-ാം വാക്യം. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടെ നടന്നു. മതി. നീ ഒന്നുകൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചേ. മക്കളൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നന്നായിട്ടൊന്ന് കരമടിച്ച് എല്ലാവരും ഒന്ന് കൈ അടിച്ച് ഉറക്കം തൂങ്ങിയിരിക്കും. അവിടെ വായിച്ചത് എങ്ങനെയാണ്? ലാമക്കിന് എത്ര വയസ്സായപ്പോഴാണ് അവനൊരു മകനെ ജനിപ്പിച്ചു. അവനെ ദൈവം ശപിച്ച ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കുമെന്ന് പറഞ്ഞ് നോഹ എന്ന് പേരിട്ടു. അപ്പോൾ ഇന്ന് നോഹ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ മക്കളെ? പറയുന്ന പിള്ളേരെ, ആശ്വാസം. ആശ്വാസം. ശപിക്കപ്പെട്ട ഭൂമിയിൽ ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. എനിക്കിന്ന് മക്കളോട് പറയാനുള്ളത്, ആദ്യം പിള്ളേർ ഇത്രയും പേരുണ്ടല്ലോ, ശപിക്കപ്പെട്ട ഭൂമിയിൽ നീ ഒരാശ്വാസമായിരിക്കണം. നിൻ്റെ അപ്പനൊരാശ്വാസമാകണം, നിൻ്റെ അമ്മയ്ക്കൊരാശ്വാസമാകണം, സഭയ്ക്കൊരാശ്വാസമാകണം. ദൈവദാസന് നീ തലവേദനയാകരുത്, ആശ്വാസമാകണം. നോഹ എന്ന് നിജൻ പേരിട്ടതുകൊണ്ട് അവൻ ആശ്വാസമായതല്ല. പേരിടുക മാത്രമല്ല, കൃപയിൽ അവർ മക്കളെ വളർത്തി. ഇന്ന് അനേക മക്കൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പുറത്ത് കേൾക്കുന്നതോടും ഞാൻ പറഞ്ഞത്, ലൈവായി പോകുന്നവരെയും കേൾക്കുന്നവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. മാതാപിതാക്കൾക്ക് ശാപമായി മാറുകയാണ്. ജനിപ്പിച്ചല്ലോ എന്നോർത്ത് വിലപിക്കുകയാണ്. പോലീസിനെ വിളിച്ചു വരുത്തി മക്കളെ ഏൽപ്പിച്ചു കൊടുക്കുന്ന കാലമാണ്. ഇപ്പം തുടങ്ങി കഴിഞ്ഞു. അതൊക്കെ ഞാൻ പറയാം. എന്താണ് പ്രശ്നം? മക്കൾക്ക് നല്ല പേരിട്ട പലരും കൃപയിൽ മക്കളെ വളർത്താൻ മറന്നുപോയി. നല്ല പേരിട്ടുകൊണ്ടായില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, നല്ല പേരുകാരെയൊക്കെ കാണണമെങ്കിൽ സെൻട്രൽ ജയിലിൽ ചെന്നാൽ മതി. ഇഷ്ടം പോലെ നല്ല പേരുകാരവിടെയും കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പോളുമാരവിടെ കിടപ്പുണ്ട്. പോളെന്ന് പറഞ്ഞാൽ പൗലോസ്. ഇഷ്ടം പോലെ പീറ്റർമാരവിടെ കിടപ്പുണ്ട്, പത്രോസുമാർ. ഇഷ്ടം പോലെ ജെയിംസുമാരവിടെ കിടപ്പുണ്ട്, യാക്കോബുമാർ. ഇഷ്ടം പോലെ സ്റ്റീഫന്മാർ കിടപ്പുണ്ട്, സ്തെഫാനോസുമാർ. എന്താ കാര്യം? പേരിട്ട പലരും കൃപയെ വളർത്തിയില്ല. ഈ ചുക്ക് കയറാത്ത കഷായമില്ലെന്ന് പറയുന്ന പോലെ ഇപ്പം മാമോദിസ വെള്ളം വീഴാത്തവനൊന്നിലുമില്ല. സകല എണ്ണത്തിലും ഉണ്ട്. ഇവിടെ വന്നില്ലെങ്കിലും കേട്ടോ, വീട്ടിൽ ഇരുന്ന് കേട്ടു. എന്താ കാര്യം? എന്താ കാര്യം? പേരിട്ട പലരും കൃപയെ വളർത്തിയില്ല. ആറ്റിൽ കളഞ്ഞിട്ട് ഒപ്റ്റാലി തപ്പിക്കൊണ്ട് കാര്യമില്ല. നിങ്ങളുടെ മക്കളെ കൃപയെ വളർത്തണം. സ്തോത്രമൊന്നും കേൾക്കുന്നില്ല. യോബിനെ കുറിച്ച് എഴുതിയിരിക്കുന്നയുടെ മക്കൾ അബദ്ധവശാൽ പാപം ചെയ്തുമോ എന്ന് ചിന്തിച്ച് നന്ന കാലത്ത് എഴുന്നേറ്റ് അവിടെ സംഖ്യയ്ക്കൊത്തവണ്ണം ഹോമയാഗം കഴിക്കുമായിരുന്നു. ഒന്ന്, നിങ്ങളുടെ തലമുറയോർത്ത് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചാൽ പോരാ, കരയണം. ഞാൻ കൂടെ പറയും, എ സൺ ഓഫ് മെനി ടിയേഴ്സ് കനോട്ട് ബി ലോസ്റ്റ്. വളരെ കണ്ണുനീരിൻ്റെ സന്താനം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. പ്രിയ പിതാവേ, പ്രിയ മാതാവേ, നീ നിന്റെ തലമുറയോർത്ത് കരയുന്ന വ്യക്തിയെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷക്തനായി ഞാൻ നിനക്ക് വാക്ക് തരാം, നിന്റെ തലമുറ എവിടെ പോയാലും ദൈവരെ മടക്കി വരുത്തും. നിന്റെ തലമുറ എവിടെ പോയാലും അനുഗ്രഹിക്കപ്പെടും. കൈയൊന്നടിച്ച് വായം തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഓ ഷമ റഖുനിയ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എ സൺ ഓഫ് മെനി ടിയേഴ്സ് cannot be lost.
ഞാൻ പിള്ളേരോട് പറയും, മക്കളെ, നിന്റെ അപ്പൻ കരയുന്നവനാണെങ്കിൽ, നിന്റെ അമ്മ പ്രാർത്ഥിക്കുന്നവളാണെങ്കിൽ ദൈവസന്നിധി വിട്ട് നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നീ എവിടെ പോയാലും ദൈവം നിന്നെ മടക്കിക്കൊണ്ട് വരും. ആദ്യം തലമുറയെ കൃപയെ വളർത്തുക മാത്രമല്ല, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ നടത്തുക. മൂലഭാഷ നീയും അങ്ങനെ നടക്കുക. നീ അരക്കുപ്പി അടിച്ചാൽ നിന്റെ മകൻ മുഴുക്കുപ്പി അടിക്കും. നീ മുറിവീടി വലിച്ചാൽ നിന്റെ മകൻ മുഴുവീടി വലിക്കും. നീ ബാക്കിലെ വാതിലൂടെ ശാരായ ഷാപ്പിൽ കയറിയാൽ നിന്റെ മകൻ ഫ്രണ്ടിലെ വാതിലൂടെ കയറും. അതാ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സിനിമ കാണരുത്, തെറ്റാന്ന് പാവപ്പെട്ട ദൈവദാസന്മാർ പറഞ്ഞപ്പം ഇവിടുത്തെ മെത്രാന്മാരുൾപ്പെടെ ചോദിച്ചു, സിനിമ കാണാത്തവനെ എന്തോന് കൊള്ളാം. ബീഡി വലിക്കല്ലെന്ന് പറഞ്ഞപ്പോൾ, കള്ളു കുടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ കുറേച്ചെ അടിച്ചാൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇപ്പം മന്ത്രിമാരും പറയാൻ തുടങ്ങി സിനിമ കുഴപ്പമാണ്, സ്തോത്രം, മദ്യപാനം കുഴപ്പമാണ്. ഞങ്ങൾ പണ്ടേ പറഞ്ഞില്ലേ ഇത്? ഞാനിവിടെ വന്ന് ദൈവമക്കളോട് ഒരു കാര്യം പറയട്ടെ. നീ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയോണ്ട് മക്കൾ ഉഗാണ്ടെ പോയില്ലേലും, സൗത്ത് ആഫ്രിക്കയിൽ പോയില്ലേലും, കെനിയായി പോയില്ലേലും, അമേരിക്ക പോയില്ലേലും, നിന്റെ തലമുറ നിന്നോടൊപ്പം ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. വലിയ നേട്ടം അതാ. ഒന്ന്, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പേരിട്ടുണ്ടായില്ല, കൃപയെ വളർത്തണം. 12 ഡിസ്ട്രിക്ട് കൺവെൻഷൻ ഒരിക്കൽ ഞാൻ പറഞ്ഞു, മക്കൾ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് പ്രാപിച്ചോണം. പെന്തക്കോസുകാരുടെ ഉൾപ്പെടെയാ പറയുന്നേ. ഒരു കൊച്ചിനെ മടിയിലിട്ടുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഒരു കൊച്ചു കുഞ്ഞിനെ മടിയിലിട്ടുകൊണ്ട് പറയാം, ഇവൻ നമ്മെ ആശ്വസിപ്പിക്കും. അതവരുടെ ദർശനമായിരുന്നു. ഈ കൺവെൻഷൻ്റെ 2 ദിവസമേ ഉള്ളൂ. 1-ാം രാത്രി വന്ന ദൈവജനത്തോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്റെ തലമുറയെക്കുറിച്ച് നീ ദർശനം കാണണം. നീ ദർശനം കാണണം. സഹോദരൻ, മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ശിശു സുന്ദരൻ എന്ന അമ്മയപ്പന്മാർ കണ്ടു. എല്ലാ അപ്പനും അമ്മയ്ക്കും മക്കൾ സുന്ദരനാ. ആർക്കാ സുന്ദരനല്ലാത്ത? പക്ഷേ ഇംഗ്ലീഷിൽ എഴുതുന്ന പ്രോപ്പർ ചൈൽഡ്, ഇവൻ യോഗ്യൻ എന്ന് പറഞ്ഞാൽ 4-ാം തലമുറയ്ക്ക് ഒരു പുറപ്പാടുണ്ടെന്നും ഒരു വിമോചകൻ അവരിൽ നിന്ന് വരുമെന്നും നേരത്തെ അറിയിപ്പ് കൊടുത്തു. എല്ലാ അമ്മമാരും പ്രാർത്ഥിച്ചു, ആ വിമോചകൻ എന്നിൽ നിന്ന് വരണം, എൻ്റെ ഉദരത്തിൽ നിന്ന് വരണം. പക്ഷേ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഇവ പറഞ്ഞു, ഇവൻ യോഗ്യൻ. അതാണ് ദർശനം. ഇന്ന് രാത്രി ഇവിടെ വന്ന അമ്മമാരെ ചുമ്മാ പ്രസംഗം കേട്ട് വാതുറന്നിട്ട് പോകരുത്. അപ്പന്മാരോട് ഞാൻ പറയാം, നിന്റെ തലമുറയെക്കുറിച്ച് നീ ദർശനം കാണണം. നീ ദർശനം കാണണം. എന്താണ് നീ കാണേണ്ട ദർശനം? പാസ്റ്റർ ബി മോനച്ചൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന പോലെ, സാം പനച്ചയിൽ ഉദ്ഘാടനം ചെയ്ത പോലെ, കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ ദൈവം നിനക്ക് നൽകിയ സന്താനത്തിൽ ഒരുവൻ അല്ലെങ്കിൽ ഒരുവൾ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുന്നത് ദൈവാത്മാവിൽ ദർശനം കാണണം. ഹല്ലേലൂയ. അവൻ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദുഷ്ടാത്മാക്കൾ വിട്ടുമാറുന്നത്, രോഗാത്മാക്കൾ വിട്ടുമാറുന്നത്, ജനം വിടുവിക്കപ്പെടുന്നത് ദൈവാത്മാവിൽ നീ ദർശനം കാണണം. പ്രൈസ് ദി ലോർഡ്. ദർശനം കാണുക മാത്രമല്ല, നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ നിന്റെ കണ്ണടയും മുമ്പ് ദൈവത്തിൻ്റെ കരവും പ്രവൃത്തിയും നിന്റെ കൺമുമ്പിൽ വെളിപ്പെടും. ഇന്ന് രാത്രി എത്രവർക്ക് കരമടിച്ച് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? നിന്റെ തലമുറയെക്കുറിച്ച് ദർശനം കാണുക. ഒന്നുകൂടെ എല്ലാവരും കരമടിച്ചേ, വായം തുറന്നേച്ചാ ശക്തിയോട് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, എൻ്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കും. ഇന്ത്യ അറിയപ്പെടുന്ന, കേരളത്തെ ചലിപ്പിക്കുന്ന, ലോകമറിയപ്പെടുന്ന ഒരു സുവിശേഷകൻ നിന്റെ ഉദരബലത്തിൽ നിന്ന് വേർവരണം. ദൈവത്തോട് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് ദൈവം 3 മക്കളെ തന്നെങ്കിൽ, ദൈവം 2 പേരെ തന്നെങ്കിൽ, അല്ല ഒരാളെ തന്നുള്ളെങ്കിൽ, കർത്താവേ എൻ്റെ കണ്ണടയും മുമ്പ് നീ തന്ന എൻ്റെ സന്താനങ്ങളിൽ ഒരാളെങ്കിലും യേശുവിനെ പ്രസംഗിക്കണം. ഒരഭിഷക്തന് തുല്യം നിൽക്കാൻ ആരുമില്ല. മക്കൾ ഡോക്ടറാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, എഞ്ചിനീയറാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, BSc നേഴ്സാകാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ തലമുറയിൽ ഒരുവൻ അഭിഷക്തനാകാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഉണ്ടോ? കർത്താവെ, നീ വിളിക്കണം. വിളിച്ചാൽ എൻ്റെ തലമുറയെ വിട്ടുതരാൻ തയ്യാറാന്ന് പറയുന്ന ദൈവമക്കൾ കൈ ഉയർത്തിയാട്ടി സ്തോത്രം പറ. മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി ദൈവത്തിന് കൊടുക്കുന്നത്. ദർശനം കാണണം, ദർശനം കാണണം. ദാൻ മുതൽ ബർശേവ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്നറിയപ്പെട്ട ശമൂവേൽ പ്രവാചകൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയായിരുന്നു. പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും മുഖത്ത് നോക്കി സർപ്പസന്തതികളെ എന്ന് സിംഹതുല്യം ഗർജിച്ച യോഹന്നാൻ ഒരു തള്ളയുടെ കണ്ണുനീരിന് മറുപടിയാ. കർത്താവ് പറഞ്ഞിട്ട് ഞാൻ പറയുക, അമ്മമാരെ നിങ്ങൾ കരയണം, അപ്പന്മാരെ നിങ്ങൾ കരയണം. എന്തിനാ? ഡോക്ടറാകാനല്ല, അതിനുവേണ്ടി ഒത്തി കരഞ്ഞില്ലേ? കുറഞ്ഞ പക്ഷേ ഒരു BSc നേഴ്സെങ്കിലും ആകാനല്ല. ഇന്ത്യ അറിയപ്പെടുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, പ്രമാണത്തിന് വേണ്ടി നിൽക്കുന്ന,
നെഞ്ചും നെറ്റിയും കാണിച്ച് ഉപദേശ സത്യത്തിൽ നിൽക്കുന്ന ചില അഭിഷക്തന്മാർ നിന്റെ സഭയിൽ എഴുന്നേൽക്കാൻ, നിന്റെ കുടുംബത്തിൽ എഴുന്നേൽക്കാൻ നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാൽ ദൈവം ഇത് ചെയ്യും. ഞാനിത് പറയുമ്പോൾ സാത്താൻ പറയുന്നു നടക്കത്തില്ലെന്ന്. എന്നാൽ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ പറയുന്നു, നീ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. നിന്റെ കണ്ണടയും മുമ്പ് നിന്റെ തലമുറ യേശുവിനെ പ്രസംഗിക്കുന്നത് നിന്റെ കൺമുമ്പിൽ കാണും. ശക്തിയോടെ കരമടിച്ചാട്ട്, വാ തുറന്നാട്ട്, അന്യഭാഷ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, ഞാനത് കാണുമെന്ന് പറ. ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ സാഹചര്യങ്ങളൊന്നും അനുകൂലമല്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകിയാൽ അത് സംഭവിച്ചിരിക്കും. അത് സംഭവിച്ചിരിക്കും. അനുകൂലമായി ഒന്നും കാണുന്നില്ലായിരിക്കാം, പക്ഷെ ദൈവം പറഞ്ഞാൽ സംഭവിക്കും. 6:9 നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ എന്താ എഴുതിയിരിക്കുന്നത്? അവൻ നീതിമാനും തൻ്റെ തലമുറ, അതൊക്കെ പ്രധാനമാണ്, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. അടുത്തത് അവൻ ദൈവത്തോട് ഈ പാരമ്പര്യം പറയുമ്പോൾ അപ്പൻ ഇന്നാരായിരുന്നു, വല്യപ്പൻ ഇന്നാനായിരുന്നു, അങ്ങനെ പറയുന്നേ. ഇന്ന താഴ്വഴിയിൽ നിന്ന് വന്നു. ഇവിടെ പാരമ്പര്യം ഒന്നും പറയുന്നില്ല. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ അവൻ നീതിമാനായിരുന്നു, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു, അവൻ ദൈവത്തോടുകൂടെ നടന്നു. നിന്റെ പാരമ്പര്യമൊന്നും ദൈവം നോക്കുന്നില്ല. നീ നീതിമാനാണോ, നീ നിഷ്കളങ്കനാണോ, നീ ദൈവത്തോടൊപ്പം നടക്കുന്നുണ്ടോ? ദുഷ്ടത പെരുത്ത, പാപം പെരുകിയ, വഷളത്തം പെരുകിയ കാലഘട്ടത്തിൽ ദൈവത്തോടൊപ്പം അവൻ നടന്നു. കർത്താവ് നോക്കുന്ന അതാ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തോടൊപ്പം നടക്കുക. ഒന്ന് ദൈവത്തിൻ്റെ സാക്ഷ്യം, 2 നോഹയുടെ ബോധ്യം. ദൈവത്തിൻ്റെ സാക്ഷ്യം 7:1 ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. നോഹയുടെ ബോധ്യം, ഞാൻ ദൈവത്തോടൊപ്പം. അകത്ത് കയറുന്നുണ്ടോ? ദൈവം തമ്പുരാൻ പറയണം, ഈ തലമുറയിൽ ഞാൻ നിന്നെ നീതിമാനായി കണ്ടിരിക്കുന്നു. എൻ്റെ ബോധ്യം, ഞാൻ എൻ്റെ ദൈവത്തോടൊപ്പം. കൈ ഒന്ന് ഉയർത്തിയാട്ടി ദൈവത്തെ സൂചിച്ചു. നോഹയുടെ കാലം പോലെ പുറത്ത് കേൾക്കുന്നവരെ ഇനി ശ്രദ്ധിച്ചുകൊള്ളുക. മനുഷ്യപുത്രൻ്റെ വരവാകും. ഞാൻ കൂടെ കൂടെ പറയാറുണ്ട്, നിങ്ങൾ കേൾക്കാറുണ്ട്. കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റി എഴുന്നല്ല ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടിവിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു. ഇല്ലേ, രാവിലെ നടക്കുന്നത് വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റ് കൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞു വരാം. പക്ഷെ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പത്രത്തിന് കഴിയില്ല, ടിവിക്ക് കഴിയില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തി സ്തോത്രം പറയാം. 28 വർഷം മുമ്പാണ് ഞാൻ നോഹയുടെ കാലം എന്നൊരു പുസ്തകം എഴുതി. ഒരുപക്ഷെ നിങ്ങളുടെ കാണും. 28 വർഷം മുമ്പ്, 97, 98 കണ്ടു. അവയിലെ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ നടക്കുകയാണ്. പല സ്ഥലത്തും ചെല്ലുമ്പോൾ എന്നോട് ഇതൊന്ന് പ്രസംഗിക്കാൻ പറയാറുണ്ട്, പുസ്തകം ചോദിക്കാറുണ്ട്. എൻ്റെ ഇല്ല. പക്ഷെ ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മുടെ കൺമുമ്പിൽ ഇത് നടക്കുന്നതുകൊണ്ട് ഇത് ആവർത്തിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു. അതുകൊണ്ടാണ് ഇന്ന് ഞാനിപ്പോൾ മുമ്പേ ദൈവദാസന്മാർ നമ്മുടെ അവധിക്കാലം കഴിഞ്ഞ് അടുത്ത കൺവെൻഷൻ സീസണാണ്. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവാകും. തമ്പുരാൻ പറഞ്ഞാൽ അത് നടന്നിരിക്കും, ഒരു മാറ്റവും ഇല്ല. എന്താണ് നോഹയുടെ കാലത്തിൻ്റെ പ്രത്യേകത? നോഹയുടെ കാലം പോലെ നമ്മുടെ കാലമായെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരാറായി. നമ്മുടെ കർത്താവ് വരാറായെന്ന് പറഞ്ഞിട്ടൊരു അനക്കമില്ലല്ലോ. പ്രത്യാശയുണ്ട്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വായിച്ചേ പാസ്റ്ററെ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം. നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത പ്രധാനപ്പെട്ട വായിക്കാം. ഒന്നുകൂടെ അത് വായിച്ചു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മതി. നോഹയുടെ കാലത്തിന്റെ 1-ാമത്തെ പ്രത്യേകത, മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം. മനുഷ്യൻ ഭൂമിയിൽ പെരുകിയ കാലം. നമ്മുടെ കാലവും ആ കാലം പോലെ ആയിരിക്കുകയാണ്. ലോകമുണ്ടായത് മുതൽ ഇതുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള, ജനസംഖ്യാ സ്ഫോടനമുള്ള, വിസ്ഫോടനം നടക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലോക ജനസംഖ്യ കുറേ കാലം മുമ്പ് വരെ വളരെ കുറവായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പകുതിയായിരുന്നെങ്കിൽ, ഇപ്പോൾ ഏതാണ്ട് 860 കോടിയോളം ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. 140 കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. ജനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ജനം പെരുകയാണ്. പിശാചികമായ ക്രൂരമായ അനവധി മാർഗങ്ങളിലൂടെ പിശാചി ജനത്തെ ഒരു വശത്ത് കൊന്നെടുക്കുന്നു, ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് അപ്പോൾ തന്നെ ജനം പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ജനം പെരുകുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഈ അനവധി സാത്താന്യ മാർഗങ്ങളുണ്ട് ജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ. അതിലൊരു മാർഗമാണ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് തന്നെ കുഞ്ഞുങ്ങളെ കൊല്ലുക, നശിപ്പിക്കുക. ഇപ്പോൾ അതൊന്നും പാവമേ അല്ലെന്നായി മാറിയിട്ടുണ്ട്. സത്യത കൊലപാതകമാണ്.
നിങ്ങൾക്കറിയാമോ, ഔദ്യോഗിക കണക്കനുസരിച്ച് 8 കോടിയിൽ പരം കുഞ്ഞുങ്ങളെയാണ് ഒരു വർഷം, അത് ഔദ്യോഗിക കണക്കാണ്, അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് നശിപ്പിക്കുന്നത്. ഈ ഓംപ്ലേറ്റ് അടിച്ച് കളയുന്ന പോലെ, തോരൻ ചിക്കിച്ചെറിഞ്ഞ് കളയുന്ന പോലെ, മുട്ടയടിച്ച് കളയുന്ന പോലെ സ്വൈര്യമായി സ്വസ്ഥമായി വളരേണ്ട അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങളെ കശാപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, ഒരു കുഞ്ഞിക്കാല് കാണാൻ കോടികൾ മുടക്കാൻ തയ്യാറാണ്. ഇന്ന് വാർത്ത കണ്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഭാര്യ പറയുകയാണ്, ഒരു കുഞ്ഞ് ജനിച്ചപ്പോഴേ ഇവിടെ നടന്ന കേരളത്തിൽ അന്നേരം അങ്ങ് മുക്കും വായും പൊത്തിച്ചും കൊല്ലുക, ഒരു പട്ടിക്കിട്ട് കൊടുക്കുക. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, പട്ടി തിന്നുണ്ട് ബാക്കിയിട്ടിരിക്കുക. അങ്ങനെ പലതും നടക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കണം, കോടികൾ മുടക്കാൻ തയ്യാറുള്ളപ്പോഴാണ് അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നത്. നിങ്ങൾക്കറിയാമോ, ഒരു വിമോചകൻ്റെ വരവെടുക്കുമ്പോൾ ശിശുക്കൾ കൊല്ലപ്പെടണം. ഞാൻ വചനമാണ് പറയുന്നത്. മോശക്കുഞ്ഞിൻ്റെ ജനന സമയമായപ്പോൾ നീലനദിയിൽ കുഞ്ഞുങ്ങളെ എറിയാൻ ഓർഡറായി. യേശു കർത്താവ് ജനിക്കാൻ തുടങ്ങിയപ്പോൾ 3 വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ കൊല്ലണം, വാൾ കൊണ്ട് കൊല്ലണമെന്ന് ഹെരോദാവ് ഓർഡർ ഇട്ടു. വേദവസം പഠിച്ചാൽ അങ്ങനെയാണ്. ഒരു വിമോചകൻ വരാറാകുമ്പോൾ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അടുക്കൽ വാതുക്കലായപ്പോൾ അമ്മമാരുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. കൊലപാതകമൊന്നും പോലും ലോകം അംഗീകരിക്കുന്നില്ല. പക്ഷെ ഞാൻ ഈ നോഹയുടെ കാലം എന്ന പുസ്തകം എഴുതിയപ്പോൾ ചിന്തിച്ചു, എത്ര ലോകത്തിന് പ്രയോജനപ്പെടേണ്ട, ദൈവത്തിന് പ്രയോജനപ്പെടേണ്ടവരെയാണ് ഇങ്ങനെ കശാപ്പ് ചെയ്യപ്പെടുന്നത്. എത്ര കുഞ്ഞുങ്ങൾ പ്രയോജനപ്പെടേണ്ട, അല്ലാതെ തന്നെ കൊന്നുകൊണ്ടിരിക്കുകയല്ലേ. മൂക്കും വായും പിടിച്ചും അല്ലാതെയും വിഷം കൊടുത്തും ഡ്രൈവേറ്ററാക്കി ഇരുന്നൊക്കെ ചാകുക. സത്യത്തിലൊന്നും ക്ഷമിച്ചായിരുന്നു ഈ കുഞ്ഞുങ്ങളൊക്കെ എവിടെ എത്തിയേനെ. ഇപ്പം പാസ്റ്റർ സാം പോകാൻ പോവാണ് വിദേശത്ത്. പോയിട്ടുള്ളവർക്കറിയാം, ഈ വല്യപ്പച്ചനും വല്യമ്മച്ചമാരും ഒക്കെ ഈ കുഞ്ചു മക്കളോടുകൂടെ ഇരുന്ന് കഴിയുന്നത്. ഈ ഉച്ചഭാഷയോടെ കേൾക്കുന്ന സഹോദരങ്ങളെ, നീ നിന്റെ തലമുറയെ കൊല്ലരുത്, ജീവിക്കാൻ അനുവദിക്ക്. ഇന്നല്ലേ നാളെ ദൈവം അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. കൈ ഉയർത്തൊരു സ്വതന്ത്രശക്തിയോട് പറഞ്ഞു. അപ്പം ഞാനത് എഴുതിയപ്പം തമ്പുരാൻ എന്നോട് പറഞ്ഞു, ശ്രദ്ധിച്ച് കേട്ട് എഴുതാൻ പറഞ്ഞു. അതായത് ഈ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മളിൽ പലരും ജീവിച്ചിരിക്കാൻ അവകാശമില്ലാത്തവരാണ്. എൻ്റെ വീട്ടിൽ ഞാൻ 5-മനാണ്. എൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാം. ഞാൻ 5-മനാണ്. ഇന്നത്തെ കാലത്താണ് എന്ന് പറയാച്ചാ ജീവിച്ചിരിക്കാൻ യോഗ്യതയില്ല. പണ്ടൊക്കെ നാം 2 നമുക്ക് 2 ഇപ്പം നാം 1 നമുക്കൊന്നാ. 1 അല്ല 2, അങ്ങേയറ്റം പോയ 3 കഴിഞ്ഞുള്ളവരൊക്കെ സ്തോത്രം പറയണം. അനങ്ങുന്നില്ലല്ലോ. നിങ്ങൾ 2 പെട്ടതാ അല്ലേ? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ പണ്ട് ബാലകൃഷ്ണപിള്ള ഉള്ളപ്പം പറഞ്ഞു, പള്ളി വീട്ടിലെ 11-മനായിരുന്നു. ഈ കാലത്താണ് ജീവിക്കാൻ കഴിയില്ല. ഈ കാലത്താകാഞ്ഞുകൊണ്ട് ഞങ്ങളൊക്കെ ഇവിടെ വന്നു. പക്ഷേ ഞാൻ എഴുതിയപ്പോൾ ഇങ്ങോട്ട് നോക്കി എല്ലാവരും സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കണേ. തമ്പുരാൻ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ പറഞ്ഞ് കേട്ടിട്ട് നീ എഴുതാവുള്ളൂ. എന്നിട്ട് എന്താ പറഞ്ഞറിയാമോ, നോഹയുടെ കാലത്ത് മോശയുടെ കാലത്ത് മോശയെ കൊല്ലാനാണ് ഓർഡർ ഇട്ടത്, ജനിക്കുന്ന ഏത് കുഞ്ഞുങ്ങളെ നീലതിൽ വലിച്ചെറിയാൻ. പക്ഷേ പല കുഞ്ഞുങ്ങളും കൊല്ലപ്പെട്ടു, മോശയെ തൊടാൻ കഴിഞ്ഞില്ല. യേശു കർത്താവ് ജനിച്ചപ്പോൾ യേശു കർത്താവിനെ കൊല്ലാനാണ് ഓർഡർ ഇട്ടത്. പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, യേശു കർത്താവിനെ തൊടാൻ കഴിഞ്ഞില്ല. കർത്താവിനോട് പറഞ്ഞു, ദുഷ്ടപിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചിരിക്കും, അവനിവിടെ വളർന്നിരിക്കും. ഈ ഗവണിൽ വന്ന കുറച്ച് ദൈവമക്കളെ ഉള്ളതിലും പരിശുദ്ധാത്മാവിൽ പറയാം, കുഞ്ഞെ, നിനക്കൊരു തലമുറ ഉണ്ടാകാതിരിപ്പാൻ ദുഷ്ടപിശാച് നോക്കി, ഉണ്ടായവൻ വളരാതിരിപ്പാൻ നോക്കി. ഹല്ലേലൂയ. എന്നാൽ അവൻ്റെ പദ്ധതികളെ തകർത്തുകൊണ്ട് നിനക്കും നിന്റെ തലമുറയ്ക്കും ഇവിടുന്ന് സ്തോത്രം പറയാൻ ദൈവം തന്ന കൃപയോർത്ത് കരങ്ങളടിച്ച് വാ തുറന്ന് ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്ത്. രാത്രി ഒരിക്കൽ കൂടെ ഞാൻ പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. അതെ, പിശാചേ, നീ എന്തെല്ലാം പദ്ധതി ഇറക്കിയാലും ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചിരിക്കും, അവനിവിടെ വളർന്നിരിക്കും. ദൈവത്തിന് ആവശ്യമുള്ളവനെ ദൈവം ഇവിടെ അയച്ചിരിക്കും. പ്രൈസ് ലോർഡ്. ഇവിടെ എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്, യേശു വളർന്ന നസറേത്തിൽ വന്നെന്ന്. യേശു ജനിക്കാതിരിക്കാൻ നോക്കി, ജനനെ കർത്താവ് വളരാൻ നോക്കി. നിന്നെ വളർത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ വളർത്തും. നിന്നെ ഉയർത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ ഉയർത്തും. നിന്നെ നിർത്തില്ലെന്ന് പറയുന്നിടത്ത് ദൈവം നിന്നെ നിർത്തും. സ്തോത്രം. അപ്പോൾ 1, ഭൂമിയിൽ ജനം പെരുകിയ കാലം. നോഹയുടെ കാലത്തിന് പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരു വശത്ത് കുഞ്ഞുങ്ങൾ കൊലപ്പെടുമ്പോൾ തന്നെ മറുവശത്ത് ജനസംഖ്യാ സ്ഫോടനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ജനം പെരുകിയാൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ക്ഷാമങ്ങളുണ്ട്. ആ ക്ഷാമങ്ങളെക്കുറിച്ച് സാമൂഹ്യ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്കറിയാമോ, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയ ക്ഷാമം ഇതായിരിക്കും. എന്താ? കുടിവെള്ള ക്ഷാമം. ഇനി ഒരു യുദ്ധം പോലും ഇതിനുണ്ടാകുന്ന. ഇപ്പം നമ്മളെ ദൈവകൃപയാ വെള്ളം വാങ്ങുന്നുണ്ട്, വെള്ളം കിട്ടുന്നുണ്ട്. പലയിടത്തും വെള്ളം വില കൊടുത്ത് വാങ്ങുകയാണ്. കുടിവെള്ളം ഞങ്ങളുടെ അവിടുന്ന് 10 കിലോമീറ്റർ പോയാൽ കടലാണ്. അപ്പുറത്ത് കടൽ, ഇപ്പുറത്ത് കായൽ. വെള്ളം ഇവരിവിടെ എല്ലായിടും വെള്ളം കുടിക്കാനൊരു തുള്ളിയില്ലെന്ന് പറഞ്ഞ പോലാണ്. വെളുപ്പിനെ 3 മണി മുതൽ ക്യൂ നിൽക്കുകയാണ് കുടവും വെച്ചുകൊണ്ട് വെള്ളം കൊണ്ട് കൊടുക്കുന്നത് കിട്ടുക. അത് ലോകം മുഴുവൻ അങ്ങനെയാണ്. നിങ്ങൾ ഒരു വാക്യം ഇവിടെ വായിച്ച് കേൾപ്പിക്കും. വേദപുസ്തകം എന്താ പറഞ്ഞ് നോക്കാം നമുക്ക്. ആമോസിൻ്റെ പ്രവചനം വായിച്ചതെന്ന് വായിച്ചേ. 8-ാം അധ്യായം 11-ാം വാക്യം വായിച്ചിട്ട് ആമോസിൻ്റെ പ്രവചനം 8:11. വേദപുസ്തകത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യങ്ങൾ അറിയിക്കുകയാണ്. ആമോസ് 8:11. അപ്പത്തിനായുള്ള വിശപ്പല്ല, യെസ്, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാളുകൾ വരുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അടുത്തത്, അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനം അന്വേഷിച്ച് അലഞ്ഞു നടക്കും, കണ്ടുകിട്ടുകയില്ല താനും. അടുത്തത്, അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യൗവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. നിന്റെ ദൈവം. അപ്പൊ സൗന്ദര്യമുള്ള കന്യകമാരും ചെറുപ്പക്കാരും വെള്ളം കുടിക്കാനില്ലാതെ ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. അപ്പൊ ചെറുപ്പക്കാര് ബോധം കെട്ട് വീഴുമെങ്കിൽ പ്രായമായവരുടെ കാര്യം പറയണോ? അപ്പൊ ദൈവത്തിന്റെ വചനം പറഞ്ഞതുകൊണ്ട് ഇത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം ആ കൈ ഉയർത്തി ഒരു സ്വതന്ത്ര ശക്തിയുള്ളവർ. തോന്നിയ മലക്കാരെ, വേദപുസ്തകം ഒരിക്കൽ ശരിയെന്ന് പറഞ്ഞാൽ ശരിയാ, ഒരിക്കൽ തെറ്റെന്ന് പറഞ്ഞാൽ തെറ്റാ. ദൈവത്തിന്റെ വചനം പറഞ്ഞാൽ, ഒന്നുകൂടെ പറയാം, സാഹചര്യം ഒന്നും അനുകൂലമല്ലെങ്കിലും അത് സംഭവിച്ചിരിക്കും. നദി മുതൽ നദി വരെ, സമുദ്രം മുതൽ സമുദ്രം വരെ മനുഷ്യൻ വെള്ളം അന്വേഷിച്ചോടുന്നൊരു കാലം വരുമെന്ന് ബൈബിൾ പറഞ്ഞു. അവിടെ 2 ക്ഷാമമുണ്ട്. ഒന്ന്, ജലക്ഷാമം, വെള്ളം കിട്ടാനുള്ളത് വരും. തുടക്കം അങ്ങനെയല്ല. എന്താ വായിച്ചേ? അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല. ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദൈവം ദേശത്തയക്കും. 2 ക്ഷാമം. ഒന്ന്, വെള്ളം കിട്ടാനില്ലാതെ വരും. 2, വചനം കിട്ടാനില്ലാതെ വരും. ഇപ്പോൾ സുഭിക്ഷമായുള്ളത് എന്താ? ഒന്ന് പറയുന്നത് എന്താ? 1, വചനം. 2, വെള്ളം. അതല്ലേ പെന്തക്കോസുകാർക്ക് പോലും ഇപ്പം വേണ്ടാലോ. വചനം സുഭിക്ഷമാ. TV തുറന്നാൽ സുവിശേഷം, റേഡിയോ തുറന്നാൽ സുവിശേഷം, മൊബൈൽ തുറന്നാൽ സുവിശേഷം. പച്ചക്കറി ചന്തയിൽ പോയി 20 രൂപയുടെ പച്ചമുളക് വാങ്ങിച്ചാൽ പൊതിഞ്ഞ് കിട്ടുന്ന ലഘുലേഖ സുവിശേഷം. വചനം നിന്റെ വായിലും സമീപവും. മൊത്തം സുവിശേഷമാണ്. എവിടോട്ട് തിരിഞ്ഞാലും സുവിശേഷമാണ്. ഞാൻ ചിലപ്പോഴൊക്കെ പറയും, ഇവിടെ നമ്മുടെ സുവിശേഷയോ അല്ലേ, ഇതെന്താ യോഗത്തിൻ്റെ പേര്? സുവിശേഷമഹായോഗമാണ്. ഇപ്പോൾ ഇവിടെ സുവിശേഷയോഗം നടക്കുമ്പോൾ ഇത് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ കോഴഞ്ചേരി ചെന്നാൽ അവിടെ ആശിഷമാരി നടക്കുകയായിരിക്കും. അവിടെ നിന്ന് തിരുവല്ലായി ചെന്നാൽ പവർ കോൺഫറൻസ് ആയിരിക്കും. പിന്നെ അങ്ങോട്ട് മാവേലിക്കര വന്നു കഴിഞ്ഞാൽ സ്വതന്ത്രം വിടുതൽ മഹോത്സവമായിരിക്കും. പിന്നെന്തുവാ, തണ്ടറോ തീയോ പുകയോ ഇത്തിരി കേൾക്കുന്നല്ലേ. എവിടെ ചെന്നാലും സുവിശേഷം. പണ്ട് ഒരു സുവിശേഷം കേൾക്കാൻ ഇഷ്ടമില്ലാത്തൊരുവിൻ്റെ വീടിൻ്റെ സമീപത്ത് കൊണ്ടുപോയി സുവിശേഷവും വെച്ചു. അപ്പം മൈക്ക് കെട്ടാൻ തുടങ്ങിയപ്പോഴേ അദ്ദേഹം ഭാര്യ വീട്ടിലേക്ക് വണ്ടി കയറി. ഇത് യോഗം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്നും പറഞ്ഞ് പുള്ളിയോട് പറഞ്ഞു. ഞാൻ പെണ്ണും അങ്ങോട്ട് പോവാം. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരാഴ്ചത്തെ ക്രൂസൈഡ് നടക്കുക. പട മേടിച്ച് പന്തളത്തിൽ ചെന്നപ്പോൾ പന്തംകുളത്തി പ്രകടനം വന്നതല്ലേ. ഇതുപോലല്ല, വലിയ ഇഷ്ടം പോലും അയക്കുക വന്നതല്ലേ. ഇന്നത്തേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് 2 ചെവിയിൽ എന്തായാലും കേൾക്കില്ലെന്ന് പറഞ്ഞു. 2 ചെവിയിലും കൈ ഇട്ട് അദ്ദേഹം ഇരിക്കുകയും ചിക്കൻ കുനിയ വരുത്തുന്ന കൊതുക് പുള്ളിയെ കടിക്കാൻ തുടങ്ങി. കൊതുകിനെ അടിക്കാൻ കൈ അങ്ങോട്ടെടുക്കുകയും ഇടിവെട്ടുന്ന പോലെ, ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെ ആകും? മതി, കേൾക്കേണ്ടതെല്ലാം കേൾപ്പിച്ചു. സ്വതന്ത്രം. വചനം സമീപയാ, നിന്റെ വായിലിരിക്കുക. എപ്പം വേണം സുവിശേഷം? പാതിരാത്രി വേണോ? വെളുപ്പാൻ കാലത്ത് വേണോ? ഉച്ചയ്ക്ക് വേണോ? 24/7 ഏത് നിമിഷവും നിനക്ക് സുവിശേഷം കേൾക്കാം. ഏത് നിമിഷവും നിന്റെ ആ സമീപയാ. പക്ഷെ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്താ കാര്യം? നമ്മുടെ കൊച്ചുമോനുമൊക്കെ മോൻ തന്നെ വായിക്കുന്നില്ലേ മക്കളെ? ഇന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഇവരിവിടെ പാടാനായിട്ട് കയറി നിൽക്കുമ്പോൾ നിങ്ങൾ നോക്കണം, സ്ലോ മോഷനിലാണ് തുടക്കം. എൻ്റെ പ്രസംഗം പോലെ തുടക്കം സ്ലോ മോഷനിലാണ്. പക്ഷെ പാട്ട് അവസാനിക്കുമ്പോൾ ആഞ്ഞൊരു കൊട്ടുണ്ട്.
കൊട്ട് മുറുകുമ്പോൾ ഓർത്തോണം കൊട്ട് നിൽക്കാൻ പോവാ. സുവിശേഷയോഗം കൂടുമ്പം നീ ഓർത്തോണം സുവിശേഷയോഗം നിൽക്കാൻ പോവാ. പെന്തക്കോസ്തുകാരായി ഇവിടെ പഴയ സഭയായത്. പണ്ടേ ഈ കല്ലും മലയൊക്കെ ചവിട്ടിയേ മൈലുകൾ നടന്ന് ഒരു ടോർച്ചില്ലാത്ത കാലത്ത് ചൂട്ടുകറ്റ വീശി നമ്മുടെ പിതാക്കന്മാർ വചനം കേൾക്കാൻ പോയി ഇല്ലേ ചാ? അല്ലേ? കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവൺമെന്റ് ഞാൻ ചോദിച്ചോടാ, നിന്റെ വീട്ടുമുറ്റത്ത് ഓരോ വീട്ടിലും മുമ്പിൽ കാറ് കിടപ്പില്ലേ? പണ്ട് കൊല്ലി സൈക്കിൾ ഉണ്ടായിരുന്നോ? കൊല്ലി സൈക്കിൾ പോലും ഇല്ലാത്തപ്പം പിള്ളേരെയും പിടിച്ച് മൈലുകൾ നടന്ന്, കസേരയില്ല, ഫാനില്ല, ഓലക്കീറിന്റെ മുമ്പിൽ മുട്ടുകുത്തിയിരുന്ന് വചനം കേട്ടവർ തലമുറ ഇന്നെവിടാ? ഇന്ന് കേൾക്കാൻ വയ്യ. ഓക്കാനമായി കഴിഞ്ഞു. വചനം ഇവനെ ഓക്കാനമായി. ഇപ്പം മന്ന അതിന്റെ തെളിവ് യേശു വരാറായെന്നാ. ഇന്ന് രാത്രി ഞങ്ങൾ നാട്ടുകാരോട് വിളിച്ചു പറയട്ടെ, കല്യാണത്തിന് വിളിക്കുന്ന പോലെ നിങ്ങളെയൊക്കെ വീട്ടിൽ വന്ന് വിളിച്ചാലും നിങ്ങൾക്ക് ഈ സുവിശേഷം കേൾക്കാൻ നേരമില്ല. തമിഴ്നാട്ടിൽ നിന്ന് ഒരു സൈക്കിളിന്റെ ബ്രേക്കും ബെല്ലും അഴിച്ചു വിട്ടിട്ട് ക്രീഡ അടിപ്പിച്ച് ഒരു കൊരങ്ങച്ചനെ ഉടുപ്പിടിപ്പിച്ച് ഇവിടോട്ട് ഇറക്കിയാൽ ചാടരാരാമ ആടരാരാമ എന്ന് പറഞ്ഞാൽ ഈ നാട്ടുകാർ മുഴുവൻ കൊരങ്ങന്റെ കളി കേൾക്കാൻ വരും, കാണാൻ വരും. നിത്യജീവൻ പ്രസംഗിക്കുന്നത് വരാൻ നിനക്ക് നേരമില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയട്ടെ, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹമല്ല, ദൈവവനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ദൈവം ദേശത്തയക്കുന്ന കാലം വരാൻ പോകുന്നു എന്ന് എന്റെ ദൈവം അരുളി ചെയ്യുന്നു. വാ തുറന്ന് കൈയടിച്ച് ശക്തിയോടെ അന്യഭാഷ ദൈവത്തെ സ്തുതിക്ക്. സ്തോത്രം, സ്തോത്രം. ഞങ്ങളെപ്പോലുള്ള സ്റ്റേജ് പ്രാസംഗികരെ മാത്രമല്ല, സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, പ്രാർത്ഥിക്കുന്ന പാവപ്പെട്ട ദൈവമക്കളെ തേടി നീ ഓടുന്നൊരു ദിവസം വരും. അതാ ഇതിലുണ്ട്. എൻ്റെ വീട്ടിലൊന്ന് വരണം, എൻ്റെ വീട്ടിലൊന്ന് കാലുകുത്തണം, തുടങ്ങിക്കഴിഞ്ഞത് ഒന്ന് സ്തോത്രം പറയണമെന്ന് നീ അന്വേഷിക്കുന്ന ഒരു കാലം വരും. പക്ഷെ അന്ന് ദൈവമക്കൾ ഇവിടെ കാണില്ല, അവിടുന്ന് പറന്നു പോകും. എടാ, ഇതുവരെ ഞങ്ങൾ പറഞ്ഞൊക്കെ കൺമുമ്പിൽ നടക്കുന്നില്ലേ? ഇനിയുള്ള നടക്കും. ശക്തിയോടെ കൈ ഉയർത്തി സ്തുതിച്ചേ. കൊട്ടാരങ്ങൾ തുടങ്ങി കൊട്ടിൽ വാരെ ജനം കണ്ണു നീർത്താൾ വരയില്ലയോ. പഠിച്ചു. തുടങ്ങി കോട്ടിൽ വരെ ജനം കണ്ണു താഴ്വരയിലല്ലയോ. ഒരു സ്വസ്ഥതയുമില്ല മനുഷ്യർക്ക് ഒരുങ്ങീടം. ഒരു സ്വസ്ഥതയും ഒരുങ്ങീട. വിശുദ്ധിയെ തികച്ചുനം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസം വേറെയില്ല. വിശുദ്ധിയെ തികച്ചുനം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങീടാം. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂവിലെന്തു ഭാവിക്കുമെന്നോർത്തുകൊണ്ട്. ആകാശത്തിൻ ശക്തിയിളകുന്നതാ ഭൂവിലെന്തു ഭാവിക്കുമെന്നോർത്തുകൊണ്ട്. ജനം പേടിച്ചു നിർജീവരായിടുന്നേ ഒരുങ്ങീടം. ജനം പേടിച്ചു ഒരുങ്ങീടാ. വിശുദ്ധിയെ നീ നിൽക്കും. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാതിൽ താമസമേറെയില്ല. ഉയർത്തിയ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചെത്തി മക്കളെ. അപ്പോൾ ഒന്നാമത്തെ ലക്ഷണം നോഹയുടെ കാലം, ജനം പെരുകിയ കാലം. അവിടെ തന്നെ ആ വാക്യം പാസ്റ്റർ ഒന്നുകൂടെ വായിച്ച്. അവിടെ ഇരുത്താൽ മതി കേട്ടോ, പറഞ്ഞു പോകും, ഭയങ്കര സൗണ്ടും കേൾക്കും. താഴെ ഇരുന്നോട്ട് കണ്ടോ.
ഇതിലോട്ട് സൗണ്ടും കയറും, നോ പ്രോബ്ലം. വായിക്കുക പാസ്റ്റർ, 6:1 വീണ്ടും വായിച്ചോട്ടെ. ജനം ഭൂമിയിൽ പെരുകി തുടങ്ങി. അടുത്ത വാക്യം പെട്ടെന്ന് വായിച്ചു. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. രണ്ടാമത്തെ ലക്ഷണം ഇവിടെ ഇരിക്കും. ഇതൊക്കെ വേദപുസ്തകം എത്ര നൂറ്റാണ്ടുകൾക്ക് എഴുതി വെച്ചാൽ കർത്താവ് പറഞ്ഞു നോക്കണ കാലം പോലെ ആകുമെന്ന്. അടുത്ത പദം എഴുതിക്കുന്നത് ബോധിച്ചവരെയും കുറിച്ചോ ബോധിച്ചവരെയും ഭാര്യമാരായി എടുക്കുന്ന കാലം. ലൂക്കോസ് സുവിശേഷം എഴുതിയിരിക്കുന്നത് അവർ വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. വിവാഹം കഴിക്കുന്നതിനോ ഒന്നും വേദപുസ്തകം എഴുതലല്ല. പക്ഷെ മാരിയേജ് ആൻഡ് റീമാരിയേജ്, വിവാഹം കഴിക്കുക, ഒഴിക്കുക, വീട് കല്യാണം കഴിക്കുക, അതായത് കുടുംബത്തകർച്ചയുടെ കാലഘട്ടം. ഈ നമ്മുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, പണ്ട് കാലത്തില്ലാത്തൊരു കാര്യം, വിവാഹമോചനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, കുടുംബത്തകർച്ച വർദ്ധിക്കുകയാണ്. കേരളത്തിലെ ഒരു സാമൂഹ്യ പ്രവർത്തകർ കൂടുതൽ കേരളത്തിലെ കുടുംബങ്ങളെ 3 തിരിക്കുന്നു. 1 നീറിപ്പോകുന്ന കുടുംബങ്ങൾ, 2 തകർന്നുപോയ കുടുംബങ്ങൾ, 3 സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ. നീറിപ്പോകുന്ന കുടുംബങ്ങൾ 60%, തകർന്നുപോയ കുടുംബങ്ങൾ 30%. കേരളത്തിലെ കാര്യം പെന്തക്കോസ്തുകാർ പറഞ്ഞല്ല. സ്വസ്ഥത അനുഭവിക്കുന്ന കുടുംബങ്ങൾ 10%. എന്ന് പറഞ്ഞാൽ 100 വീടെടുത്താൽ 10 വീടേ ഉള്ളൂ സ്വസ്ഥതയുള്ളത്. അതേത് വീടെന്ന് പറയാം? ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പനേശവൻ്റെ വീടാണ്. മാരിയേജ്, റീമാരിയേജ്, വിവാഹം കഴിക്കുക, വിവാഹം ഒഴിക്കുക. അത് മാത്രമല്ല, ഈ ഹോമോസെക്സുവാലിറ്റി, സ്വർഗവിവാഹം, ലെസ്ബിയൻ മാരിയേജ്, ഇതൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞു. അത് ആണോടാണും പെണ്ണോട് പെണ്ണും അവലക്ഷണമായത്. എല്ലാം മിക്ക രാജ്യങ്ങളും വിവാഹം, സ്വർഗവിവാഹം അനുവദിച്ചു. ആണോടാണും പെണ്ണോട് പെണ്ണും കല്യാണം കഴിക്കാം. ഈ ആദാമിനെ വേണ്ടി ദൈവം ഹൗവയെ, ഒരു പുരുഷന് ഒരു സ്ത്രീ, അതാ ഒരു പുരുഷൻ ഒരു സ്ത്രീ, അല്ല 5-6 ഹൗവമാരെ ഉണ്ടാക്കിയില്ല, ഒരു ഹൗവയെ ഉണ്ടാക്കിയുള്ളൂ. അതൊക്കെ കാറ്റിൽ പറത്തിയിട്ട് പുരുഷൻ പുരുഷനോടും സ്ത്രീ സ്ത്രീയുമായി കല്യാണം കഴിക്കാം. അമേരിക്ക ഉൾപ്പെടെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചു കഴിഞ്ഞു. എന്തിന് പുരോഹിതന്മാർ പോലും അങ്ങനെയുണ്ട്, പാസ്റ്റർമാർ പോലും വിദേശ രാജ്യങ്ങളുണ്ട്. ആണാണും പെണ്ണും കല്യാണം. അപ്പോൾ ഈ ജർമ്മനിയിലാന്ന് തോന്നുന്നു, അതിന് അനുവാദം കൊടുത്തപ്പം 2 കിളവന്മാരുടെ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന 2 കിളവന്മാരുടെ ഫോട്ടോ കൊടുത്തിട്ട് അതിലെഴുതി വെച്ചേക്കാണ് 25 വർഷത്തെ പ്രണയസാഫല്യം വന്ന്. കിളവന്മാർ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുക. 25 വർഷത്തെ പ്രണയസാഫല്യം വന്നു. സ്വതന്ത്രം. അങ്ങനെ എന്തെല്ലാം കാണുന്നു. ആണോടാണും പെണ്ണോട് പെണ്ണ് അവലക്ഷണമായത്. ഇനി അതും നിങ്ങൾക്കറിയാമോ, അമേരിക്കയിലൊക്കെ പോയവരും വന്നവരും കൂടി ഇരിപ്പുണ്ടല്ലോ, ഈ വിശുദ്ധ ബൈബിൾ വെച്ചുകൊണ്ട് ആൾത്താരയ്ക്ക് മുമ്പിൽ നിന്ന്, എൻ്റെ കയ്യിലിരിപ്പുണ്ട് ഫോട്ടോ, പെണ്ണിനെയും ആണിനെയും കല്യാണം കഴിപ്പിക്കുക ബൈബിൾ വെച്ചുകൊണ്ട്. വിശുദ്ധ ബൈബിൾ പറഞ്ഞു, ശൂന്യമാകുന്ന മ്ലേച്ഛതകൾ നിൽക്കുന്ന കാണുമ്പോൾ വായിക്കുന്നവൻ ചിന്തിച്ചു കൊള്ളട്ടെ, അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. ഇതിൽ കൂടുതൽ മ്ലേച്ഛത. ഇപ്പോഴത്തെ ഒരു പരിപാടിയാണ് ലിവിങ് ടുഗദർ. കല്യാണമൊന്നും വേണ്ട, ഒന്നിച്ച് വർക്കുക. അതിപ്പോൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ അടുത്ത കാലത്തൊരു വളരെ പ്രസിദ്ധനായ മനുഷ്യൻ എഴുതി, വിവാഹമെന്ന വേർപാടില്ലാതാകും, പണ്ടത്തെ പോലെ വരും, ഇഷ്ടപ്പെട്ടവടൊപ്പം കഴിയും. ഞങ്ങളും അത് തന്നെ പറയുന്നേ, അങ്ങനെ വരും. പക്ഷേ ഒരു കാര്യം, തോന്നിയാമല ഹോളിൻ്റെ മുമ്പിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയാം, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂമിയിലുള്ള കാലത്തോളം, ദൈവത്തിൻ്റെ സഭയുടെ ഉള്ള കാലത്തോളം, ദുഷ്ടപിശാചേ, ദൈവം സ്ഥാപിച്ചതൊന്നും തകർക്കാൻ നിനക്ക് കഴിയില്ല. അതിവിടെ തുടരും. കയ്യൊന്ന് ഉയർത്തിയായിട്ട് സ്തോത്രം പറയുന്നേ. സ്തോത്രം. നല്ലൊരു കുടുംബം നിന്റെ തലമുറയ്ക്ക് കിട്ടിയെങ്കിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞു. ദുഷ്ടലോകത്തിൽ അത് അസാധ്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകണം. ബോധിച്ചവനെയും ഭാര്യമാരെ എടുക്കുന്ന കാലം, മാരേജ്, ഡിമാരേജ്, വിവാഹം ഒഴിക്കുക, കഴിക്കുക. ഇതൊന്നും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യരുത്. 3-ാം വാക്യം വായിച്ചാട്ട് പാസ്റ്റർ. 3-ാം വാക്യം, മൂന്നാമത്തെ പ്രത്യേകത, മനുഷ്യനിൽ എന്റെ ആത്മാവ് സദാകാലവും ബാധിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ, എങ്കിലും അവന്റെ കാലം 120 സംവത്സരമാകുമെന്ന് അരുളി ചെയ്തു. ഇപ്പൊ നോഹയുടെ കാലത്തിന്റെ 3-ാമത്തെ പ്രത്യേകത, ഒത്തിരി പ്രത്യേകത ഞാൻ ഒരു ഭാഗം വിട്ടാണ് വായിച്ചത്. ആയുസ് കുറഞ്ഞ കാലം. ഒന്ന് പറഞ്ഞേ മക്കളൊക്കെ, ഒന്ന് പറഞ്ഞേ. ആയുസ് കുറഞ്ഞ കാലം. അതുവരെ മനുഷ്യൻ്റെ ആയുസ് 930 സംവത്സരം, 840 സംവത്സരം, 680 സംവത്സരം ഒക്കെ ആണെങ്കിൽ, നോഹയുടെ കാലപ്പം ദൈവം തമ്പുരാൻ പറഞ്ഞു, ഞാൻ മനുഷ്യൻ്റെ ആത്മാവ് ബാധിച്ചുകൊണ്ടിരിക്കില്ല, ഞാൻ അവൻ്റെ ആയുഷ്കാലം എത്ര ആക്കുമെന്ന ഉറക്കെന്ന് പറയുന്നേ, 120 സംവത്സരമാണ്. ദൈവദാസനായ മോശ പാടി തൻ്റെ സഹോദരനായ അഹരോന്റെ നിര്യാണ വേളയിൽ, നിങ്ങൾ പറഞ്ഞേ, മനുഷ്യൻ്റെ ആയുഷ്കാലം
70. ഏറെയായാൽ 80. കണ്ടോ, നോഹയുടെ കാലത്ത് 120, ആമേൻ. മോശയുടെ കാലത്ത് 80. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാലത്തെ ആയുസ് ഒന്ന് പറഞ്ഞേ, Praise the Lord. ഒന്ന് പറഞ്ഞേ. ആമേൻ. ആമേൻ. എത്ര വയസ്സുണ്ടെന്ന് അറിയാവോ? 28കാരന് ഡയബറ്റീസ്, 14കാരന് ഡയബറ്റീസ്, 31കാരന് ഹാർട്ട് അറ്റാക്ക്, 18 ഈടെ കഴിഞ്ഞ് 9 വയസ്സുകാരൻ ഹാർട്ട് അറ്റാക്ക്. ഒരു നല്ല പങ്ക് കുറച്ചും വലിച്ചു നടക്കുന്നത്. ആമേൻ. ഈ ആയുസ് കൂടി കൂടി എന്ന് പറഞ്ഞാൽ ആരുടെ കാര്യമാണെന്നറിയാമോ? പ്രായമായവരുടെ കാര്യമാണ്. ഇന്നത്തെ തലമുറ വലിച്ചും കുറച്ചുമാണ് നടക്കുന്നത്. ഈ ആയുസ് കൂട്ടാൻ, സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ എന്തെല്ലാം സാധനങ്ങളാണ്? പവർ മാൾട്ടുകൾ, ടോണിക്കുകൾ, ടിൻഫുട്ടുകൾ ഒക്കെ ഉണ്ട്. ഹോർലിക്സ്, ബൂസ്റ്റ്, കോംപ്ലാൻ. പക്ഷെ നമ്മുടെ അപ്പച്ചന്മാർക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. ചെണ്ടമുറിയൻ കപ്പയേ ഉള്ളായിരുന്നു. ആമേൻ. ഇവിടേക്ക് നരച്ച തലമുറ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ചിലരൊക്കെ ഇന്നിങ്ങനെ ഉറങ്ങാനൊക്കെ തുടങ്ങുന്നുണ്ട്. ആമേൻ. ഈ ചെണ്ടമുറിയാൻ കഴിച്ച് അപ്പ കഴിച്ച് വന്ന അപ്പച്ചൻ്റെ ആരോഗ്യം ബൂസ് കഴിക്കുന്നുണ്ടോ എന്ന് നോക്കിയെന്ന് കണ്ടിരിക്കുന്ന പിള്ളേരൊക്കെ പൂന്നൊന്ന് ഊതിയാ താഴെ വീഴും. എന്താ കാര്യം? വാട്ടർ പൊല്യൂഷൻ, എയർ പൊല്യൂഷൻ, എൻവയർമെൻറ്റ് പൊല്യൂഷൻ, കുടിക്കുന്ന വെള്ളം അശുദ്ധം, ശ്വസിക്കുന്ന വായു അശുദ്ധം, എല്ലാം മായം. മായമില്ലാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം മാത്രം. Praise the Lord. ഈ അന്ത്യകാലത്തിന് മറ്റൊരു പ്രത്യേകമാണ്, മനുഷ്യർ ദ്രവ്യാഗ്രഹികളാകും. കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? ആരെ പറ്റിച്ചാലും അതല്ലയോ? എത്ര കോടിയുടെ പറ്റിയില്ല ഇവിടെ നടക്കുന്നത്. കോടികൾ അങ്ങിട്ട് കൊടുക്കുക. ഇവിടൊക്കെ ഇത്രയും പണമുണ്ട് ഇവിടെ. അവിടുന്ന് ഇപ്പം അതുകൊണ്ട് നിങ്ങളെ വിളിച്ചാൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവിടുന്ന് വിളിക്കുന്ന ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുക്കാൻ തുടങ്ങി. 15 ലക്ഷം 25 ലക്ഷം മാമ എടുത്തങ്ങ് ഇട്ട് കൊടുക്കുക. സ്വത്രാഴ്ച ഇടാൻ പറഞ്ഞാൽ കാശില്ല. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ ഇരുന്നുകൊണ്ട് ചിക്കാഗോയിൽ പ്രസംഗിച്ചിട്ടാണ് വരുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞു, വേറൊരു വിഷയം പ്രസംഗിച്ചവൻ പറഞ്ഞു, ഏറ്റവും അധികം ഡെഡ് മണി ഈ ദൈവാത്മാവ് നാളെ വരുന്ന പുള്ളി ഇതിനേക്കാൾ ഇതായിട്ട് പറയും. ഞാൻ പിന്നെ ചിരി പിടിച്ചാൽ പറഞ്ഞു. അപ്പോൾ ഈ ഏറ്റവും അധികം റിസർവ് ബാങ്കിൻ്റെ കണക്കനുസരിച്ച് ഡെഡ് മണി അവകാശികളില്ലാത്ത ഏറ്റവും വലിയ ഡെഡ് മണി എവിടാന്നറിയാമോ? ഓൾ ഇന്ത്യയിൽ എവിടാ? പത്തനംതിട്ട. നോ, ആ കുമ്മനാട് ഉൾപ്പെട്ടതാ. പത്തനംതിട്ട ജില്ല, അച്ചായന്മാരുടെ നാട്, നമ്മുടെ നാട്. വെള്ളം പോലെ കുടിക്കാൻ അച്ചായൻ ഉണ്ടാക്കി വെച്ചിട്ട് പെണ്ണും പിള്ളയുടെ പേരെങ്കിലും വെക്ക് നോമിനി. അതും വെച്ചില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ ഇന്ത്യയിൽ ഡെഡ് മണി രണ്ടാമത്തെ ജില്ല ഏതാണെന്നറിയാമോ? കോട്ടയം ജില്ല. അതും അച്ചായന്മാർ. വെള്ളം ഇറങ്ങിയിട്ടുണ്ടോ എന്ന ഈ അച്ചായനോട് ഒരു പാവപ്പെട്ടവൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് തോന്നും പുള്ളിക്ക് ഒരു കാലിച്ചായ പിരിവിട്ട് വാങ്ങിച്ചു കൊടുക്കണം. കുറച്ചേ പുറത്തുള്ളൂ. എന്തോ ഇത് ഭൂതത്താൻ നിധി കാക്കുന്ന പോലെ എന്തിനാ ഇത്? എവിടെ കൊണ്ടുപോകാനാ? സ്വതന്ത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെന്താ? ആയുസ് കുറഞ്ഞ കാലം. നിങ്ങൾക്കറിയാമോ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും അധികം അത്യാധുനികമായ കമ്പ്യൂട്ടർ നിയന്ത്രിത ഉപകരണങ്ങൾ നമ്മുടെ കാലഘട്ടത്തിലാണ്. ഏറ്റവും അധികം ഹോസ്പിറ്റലുകൾ നമ്മുടെ കാലത്താണ്. ഏറ്റവും അധികം ഡോക്ടർമാർ നമ്മുടെ കാലത്താണ്. ഏറ്റവും അധികം നേഴ്സുമാർ നമ്മുടെ കാലത്താണ്. മരുന്നുകൾ നമ്മുടെ കാലത്താണ്. പക്ഷേ ഇതിൻ്റെ ഇലയിടയിൽ നിന്ന് മരണം മനുഷ്യനെ തട്ടിക്കൊണ്ടുപോകുന്നു. ഞാൻ ഇന്നലെ ഒരു സൗടക്കിന് പാസ്റ്റുണ്ടായിരുന്നു തോന്നുന്നു, ബിനു. ഞാൻ പറഞ്ഞു, ഇപ്പം സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ, പേടിയാ. സുന്ദരന്മാരുടെ ഫോട്ടോ കാനഡയിലും UK യിലും ഓസ്ട്രേലിയയൊക്കെ പോയത് ജീവിക്കാനാ. പക്ഷെ ഡെഡ് ബോഡി വന്നുകൊണ്ടിരിക്കുക. 33കാരൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട് 4 വീടിനപ്പുറത്ത് 1.5 മാസം കഴിഞ്ഞ് വരാൻ ഡെഡ് ബോഡി. 33കാരൻ, 38കാരൻ കഴിഞ്ഞു വീണ് മരിക്കുക, 14കാരൻ കഴിഞ്ഞു വീണ് മരിക്കുക. മക്കളെ, ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ നിന്റെ എന്നെ മിടുക്കല്ല, തമ്പുരാന്റെ കരുണയാണെന്ന് ഓർത്തോണം. ഞാൻ എപ്പോഴും പറയും, നീ വാരി വിഴുങ്ങുന്ന കുടികയുടെ ശക്തിയോ, നിന്നെ നോക്കുന്ന ഡോക്ടറുടെ നൽപ്പോ, ഹോസ്പിറ്റലിന്റെ വലിപ്പമോ കണ്ടല്ല ഇവിടെ നിൽക്കുന്നത്. നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്തതുകൊണ്ടാണ് സ്വതന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബൈബിളൊരു വാക്യമുണ്ട്, ദൈവമേ ജീവനും കൃപയും എനിക്ക് നൽകി, യഹോവേ നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. പാസ്റ്റർ ബീമോനെ ചെന്ന് ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ കാണാതൊരു കരം എൻ്റെ ശ്വാസം ഇങ്ങനെ അകത്തേക്ക് തള്ളുക.
ഒരു തവണ ദൈവത്തിൻ്റെ കരമെൻ്റെ ശ്വാസം തള്ളിയില്ല, ഞാനിവിടെ പിടഞ്ഞു വീഴും. ഈ കൂട്ടത്തിൽ 100 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്ക് എന്നെ സഹായിക്കാൻ കഴിയില്ല. ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ ആർക്കിവിടെ നിൽക്കാൻ കഴിയും? ഡൽഹിയിൽ ഒരു കൂട്ടം മനുഷ്യമൃഗങ്ങളാൽ പിച്ചി ചിന്തപ്പെട്ട ഒരു പെൺകുട്ടി, നിങ്ങൾക്കറിയാം, നിർഭയ എന്നവർക്ക് പേരിട്ടു എല്ലാവരും. അവിടെ പേര് വേറെ വേണ്ട. ആ കൊച്ചിനെ വലിയ ഡൽഹി ഓൾ ഇന്ത്യ മെഡിക്കൽസിലൂടെ ഡോക്ടർ ചേർന്ന് വലിയൊരു വിമാനം ഹോസ്പിറ്റലാക്കി മാറ്റി ആ കുഞ്ഞിനെ സിംഗപ്പൂരിലേക്ക് കൊണ്ടുപോയി. അമേരിക്കൻ മാനേജ്മെൻറ്റിലുള്ള വലിയ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റൽ. ഞാൻ സിംഗപ്പൂരിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ആ ഹോസ്പിറ്റൽ കാണാമെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ട് കാണിച്ചു. വളരെ പ്രസിദ്ധമായ ഹോസ്പിറ്റൽ. ഇന്ത്യയിലെ അതിവിദഗ്ധ ഡോക്ടർമാരും സിംഗപ്പൂരിലെ അതിവിദഗ്ധ ഡോക്ടർമാരും ഈ കുഞ്ഞിൻ്റെ ജീവൻ നിലനിർത്താൻ നോക്കി, പക്ഷേ സാധിച്ചില്ല. അവൾ മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ, അതിൻ്റെ ഓണർ ഒരു സായിപ്പ, നിങ്ങൾ വായിച്ചു കാണും, മനോരമ സൺഡേ സപ്ലിമെൻ്റിൽ ഒരു ലേഖനം എഴുതി. അയാളുടെ ഇൻ്റർവ്യൂ ലേഖനമായി വന്നു. ഇങ്ങോട്ട് നോക്കിയേ, അയാൾ പറഞ്ഞു കേൾക്കണോ? അയാൾ പറയുക, ഭീഷ്കരം ആ ഡോക്ടർ പറയുക, ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. വായം തുറന്ന ശക്തിയോട് ജീവന്റെ ഉടമസ്ഥൻ ജീവനെ ചോദിച്ചാൽ വൈദ്യശാസ്ത്രത്തിന് യാത്രാമൊഴി ചൊല്ലാനേ കഴിയൂ. വാരി വിഴുങ്ങുന്ന ഗുളികയുടെ ശക്തിയൊന്നുമല്ല. ഞാനെപ്പോഴും പറയും, എന്തെല്ലോ അസുഖങ്ങളാണ്. ഞാൻ ബോംബെയിലൊരു യോഗത്തിന് പ്രസംഗിക്കുമ്പോൾ ഒരു തള്ള ഒരു കൊച്ചനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു. യോഗം അനുസരം കണ്ട ആങ്ങളെയും പെങ്ങളും പോലും സിനിമാ നടനെ പോലെ. ഞാൻ ചോദിച്ചാൽ ഇവൻ ആരാ? അവൻ എൻ്റെ ഒറ്റ മോനേ ഉള്ളൂ, ബികോമിന് പഠിക്കുക, തലയിറങ്ങി വീഴൂ. ഒത്തിരി ഹോസ്പിറ്റൽ പോയി, അവസാനം കണ്ടെത്തി തലച്ചോറിൽ ക്ഷയമെന്ന്. ഞാൻ ആദ്യം കേൾക്കുക, തലച്ചോറിൽ ക്ഷയം. വേറൊരുത്തൻ പ്രാർത്ഥിക്കാൻ വന്നു, അകാലത്തിൽ നര, 28 വയസ്സേ ഉള്ളൂ, പക്ഷെ വൃദ്ധന്മാരുടെ ലക്ഷണം. ഇതൊന്നും കണ്ടെത്താത്ത അസുഖങ്ങളാ, മരുന്നില്ല. മക്കളെ, ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാനൊക്കെ. ഞാൻ എപ്പോഴും പറയും, രാവിലെ എഴുന്നേറ്റ് ഇങ്ങോട്ട് വരുമ്പോഴേ നിൻ്റെ പ്രിയപ്പെട്ടവനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിൻ്റെ പ്രിയപ്പെട്ടവളെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. നിൻ്റെ കുഞ്ഞിനെ ബലത്തോട് കാണുമ്പോൾ സ്തോത്രം പറയണം. ഈ പാപലോകത്തിൽ, ഈ ദുഷ്ടലോകത്തിൽ ഒരു ദിവസമെങ്കിലും ബലത്തോടിരിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കരുണയാണ്. ഒരു ദിവസം മുമ്പേ ദൈവകൽപ്പന അനുസരിക്കാൻ കഴിഞ്ഞ ഭാഗ്യമാ. ആയുസ് കുറഞ്ഞ കാലം. ഇനി അതിൻ്റെ 5-ാം വാക്യം വായിക്കൂ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം. പ്രത്യേകത, മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ള കാലം, ദുഷ്ടത പെരുത്ത കാലം. അതിനെക്കുറിച്ച് പിന്നെ അടുത്ത വാക്യത്തിലേക്ക് വരാം. ഹൃദയ നിരൂപണങ്ങൾ പോലും ദോഷമുള്ള കാലം. പണ്ട് പാപമെന്നൊരു ചിന്തയുണ്ട്, ഇന്ന് പാപമെന്ന ചിന്തയില്ല. യെശയ്യാ പ്രവചനം ഒന്ന് വായിച്ചേ. യെശയ്യാ പ്രവചനം 3-ാം അധ്യായം 9-ാം വാക്യം. യെശയ്യാ 3:9. അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു. അവർ സോദോം പോലെ തങ്ങളുടെ പാപം പരസ്യമാക്കുന്നു, അതിനെ മറയ്ക്കുന്നതുമില്ല. അയ്യോ കഷ്ടം, അവർ തങ്ങൾക്ക് ദോഷം വരുത്തുന്നു. പാപം പരസ്യമാക്കുന്നൊരു കാലം. നിങ്ങൾക്കറിയാമോ, ഈ കമ്പ്യൂട്ടർ മുതൽ മുട്ടുസൂചി വരെ അതിൻ്റെ പരസ്യത്തിന് വേണ്ടി ഇവിടെ സുന്ദരന്മാർക്ക് അമ്മയുടെ ഉദരത്തിൽ നുരുവായ പടുതിയും അല്പാൽപ വസ്ത്രം ധരിച്ച് നിൽക്കാൻ ഒരു എളുപ്പമില്ല. ഈ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കാനൊക്കെ ഈ പിള്ളേർക്കൊക്കെ അറിയാം എവിടെയൊക്കെ പോയാൽ കിട്ടുമെന്ന്. ദുഷ്ടത പെരുകിക്കഴിഞ്ഞു, വഷളത്വം. ഈ ഒരു കാലത്ത് കിരാതന്മാരായ ആളുകളുണ്ടായിരുന്നു, വസ്ത്രം ധരിക്കാത്ത ആളുകൾ. സുവിശേഷകന്മാർ, മിഷണറിമാർ പോയി കഷ്ടപ്പെട്ട് പാടുപെട്ട് അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ വസ്ത്രം ധരിപ്പിച്ചു. കിരാതന്മാർ വസ്ത്രം ധരിച്ചപ്പോൾ പച്ച പരിഷ്കാരികൾ വസ്ത്രം ഉരിയാൻ ആരംഭിച്ചു. ഇന്ന് വസ്ത്രം ധരിക്കുന്നത് നഗ്നത മറയ്ക്കാനല്ല, നഗ്നത പ്രകടിപ്പിക്കാനാണ്. അല്ലേ? ടി വി തുറക്കാനൊക്കെ ഈ പിശാച് അതിലും ഈ പെണ്ണുങ്ങളെ കളിപ്പിച്ചേക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഫംഗ്ഷനുകളിൽ സെലിബ്രിറ്റികളായ ആണുങ്ങൾ വരുന്നത്, സിനിമാ നടന്മാർ വരുന്നത് ടൈയും കോട്ടും ഒക്കെ കെട്ടിയ, അല്ലേ? പെണ്ണുങ്ങൾ വരുന്നത് കണ്ടോ? അവയെ ചതിച്ച പാമ്പ് അവരെ ചതിച്ചുകൊണ്ടിരിക്കുക.
ഈ ഗദരദേശത്തെ ഭൂതരസ്ഥന് സൗഖ്യം വന്നപ്പോൾ അയാൾ ആദ്യം അന്വേഷിച്ച തന്നെ ഉറക്കെ പറയുന്നേ വസ്ത്രം. അപ്പം വസ്ത്രധാരണത്തിൽ കാണിക്കുന്ന അലംഭാവം ഒരു തരം ലഗ്യോൻ ബാധയാണ്. ഇവിടുത്തെ സിനിമാ നടീനടന്മാർക്ക്, ക്യാബറ നർത്തകർക്ക്, ഫിലിം ആർട്ടിസ്റ്റുകൾക്ക് ലഗ്യോൻ കയറിയിരിക്കുക. ഭാഷന്റെ പേര് പറഞ്ഞ് നീ അത് ഒപ്പിയെടുക്കല്ലേ കേട്ടോ, ഒപ്പിയെടുക്കരുത്. 2 അഭിഷേകങ്ങളിലൂടെ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ദൈവികാഭിഷേകം, 2 സാത്താന്യാഭിഷേകം. ആരാരെന്നുള്ളത് തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാത്താന്യാഭിഷേകത്തിലേക്ക് കുഞ്ഞെ നീ വീഴരുത്, നിന്റെ തലമുറ വീഴരുത്. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും ദോഷമുള്ള കാലം, ഒന്നും ഒരുത്തനോടും പറയാനൊക്കാത്ത കാലമാണ്. എന്തൊരു ക്രൂരതയാണ് നടക്കുന്നത്. ഒരാളെ ഒന്നടിച്ചാൽ രക്തം കണ്ടാൽ തലകറങ്ങി വീഴുന്ന ആളുകളാണ് ഭൂരിഭാഗമെങ്കിൽ 8 മണിക്കൂർ നടന്ന് 6 എണ്ണത്തെ വെട്ടി നുറുക്കിയിട്ട് എന്ന് പറയാം ഞാൻ കൊന്നിട്ടിട്ട് വന്നേക്കുക അല്ലേ. അമ്മയെ പിടിച്ച് കഴുത്തെ പിടിച്ച് വാഴി നിലത്തടിച്ചു. പിന്നെ 8 മണിക്കൂർ കഴിഞ്ഞ് അവൻ ചെന്നപ്പോൾ ഞരങ്ങുന്ന കണ്ടപ്പോൾ എന്തോ ചുറ്റി കൊണ്ട് തലയ്ക്ക് 28 അടി. എങ്ങനൊക്കും ഇപ്പോഴും അവന് ബോധമുണ്ടോ? ചാപ്പാട് അടിച്ചോണ്ട് നടക്കുക. അങ്ങനെ എന്തെല്ലാം ചുമ്മാ അടിച്ചങ്ങ് കൊല്ലുക. ഞാൻ പറയും വണ്ടി ഓടിച്ച് പോകുമ്പോൾ സൂക്ഷിച്ചോണം, ഒറ്റത്തിനോടൊന്നും പറയല്ലേ. പിള്ളേരോടൊക്കെ ഞാൻ പറയുന്നേ. നോഹയുടെ കാലം പോലെ കാലമാണ്. മനുഷ്യൻ്റെ ദുഷ്ടത പെരുകി കഴിഞ്ഞു. ഹൃദയ നിരൂപണം ദോഷമുള്ള ഇവനൊക്കെ കൊണ്ടൊക്കെ നടക്കുന്നറിയില്ല. വിവരവും വിദ്യാഭ്യാസവും ഉണ്ടെന്ന് പറയുന്നതിന് എന്നാ ചെയ്യുന്നേ? ഒരു ഡോക്ടർ അവൻ്റെ കാറിനെ ഓവർടേക്ക് എന്ന് പറഞ്ഞു, ഇതൊക്കെ പത്രത്തിൽ വന്നതാ. അവൻ 20 കിലോമീറ്റർ ചേസ് ചെയ്ത് ആ ചെറുക്കൻ പിള്ളേരെ പിടിച്ചു. എന്നിട്ട് ഈ പയ്യനെ തള്ളിയിട്ടിട്ട് 20 തവണ കാർ കയറ്റി അരച്ചു കളഞ്ഞു. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങൾ പോലും ദോഷമുള്ള കാലം. തോന്നിയാമല ദേശമേ, പാപം പെരുകിക്കഴിഞ്ഞു, ദുഷ്ടത പെരുകിക്കഴിഞ്ഞു, വഷളത്വം വർദ്ധിച്ചു കഴിഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഒരു സോദോമയുണ്ടായിരുന്നുണ്ടെങ്കിൽ ലോകത്തിലെ മിക്ക പട്ടണങ്ങളും സോദോമിനെ കളതപ്പതിച്ചു. സോദോമിൽ പാപമുണ്ടെങ്കിൽ ദൈവത്തിന് ന്യായവിധി അടച്ചിറങ്ങും. ഇവിടെ പാപം പെരുകാഞ്ഞിട്ടല്ല ദൈവന്യായവിധി വരാത്തത്, ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം വിശുദ്ധ ബൈബിളിൽ പറയുന്നു. ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കാൻ ദൈവത്തിന് കഴിയില്ല. പാപം എത്ര പെരുകിയാലും നോഹപെട്ടകത്തിൽ കടക്കാതെ ദൈവത്തിന് ന്യായവിധി ഇറങ്ങി വരില്ല. പാപം എത്ര പെരുകിയാലും ലോത്ത് സോദോം വിടാതെ ദൈവത്തിന് തീ ഇറങ്ങില്ല. ഇന്ന് രാത്രി ഞങ്ങൾ വിളിച്ചു പറയാം, ഇവിടെ പാപമില്ലാഞ്ഞിട്ടല്ല ന്യായവിധി വരാത്തത്. സ്തോത്രം പറയുന്ന, ഹല്ലേലൂയ പറയുന്ന, ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. കൈകളടിച്ച് വാതുറന്ന ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. എല്ലാവരും ആത്മാവിൽ ദൈവത്തെ അല്പസമയം ആരാധിച്ചാട്ട്. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവന്റെ വില, സ്തോത്രം പറയുന്നതിന് വില, ഹല്ലേലൂയ പറയുന്നതിന് വില നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അറിയാൻ പോവാ. ഇന്നലെ മ്യാൻമാർ എന്ന സ്ഥലത്ത് ഭൂചലനമുണ്ടായി. വലിയ അമ്പര ചുംബികൾ, അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യം വായിക്കണം. ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണു. ആളുകൾ വിറച്ചുകൊണ്ടിറങ്ങി ഓടി, കുഞ്ഞുങ്ങളെ വിളിച്ചുകൊണ്ട്. സ്വിമ്മിംഗ് പൂളിലെ വെള്ളമൊക്കെ തിളയ്ക്കാൻ തുടങ്ങിയെന്ന്. 20, 40, 50 നിലകൾ പട്ടപ്പട്ട ഇടിഞ്ഞ് താഴെ വീണു. ഞാൻ എത്രയോ നമ്മളൊക്കെ ഇത് പറയാറുണ്ട്. മനുഷ്യ, നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾ മതി. റിക്ടർ സ്കെയിലിൽ 7.5, 5.5 കാണില്ല. 2 സെക്കൻഡ് മതി. 2 സെക്കൻഡ് കുലുങ്ങിയാൽ പത്തനംതിട്ട കാണില്ല, കോഴഞ്ചേരി കാണില്ല, ബോംബെ കാണില്ല, കുവൈറ്റ് കാണില്ല. ആരും അഹങ്കരിക്കരുത്. നാം ആകുന്ന ദൈവത്തിന്റെ കൃപയാലാണ്. ഇവിടെ പറയുന്ന ഭൂമി ഇവിടെ ഇവിടെ പൊട്ടും, കിറുങ്ങും, മത്തനെ പോലെ ചാഞ്ചാടും, കാവൽമാരൻ പോലെ ആടും. കാരണം ഇതിന്റെ അകൃത്യം ഇതിന്മേൽ ഭാരമായിരിക്കുക. പിന്നെ ഇത് പിടിച്ചു നിർത്തപ്പെടാൻ കാരണം ദൈവത്തിന്റെ സഭ ഇവിടെയുണ്ട്. ശങ്കിലെ ചോരയാൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവസഭ ഇവിടെയുണ്ട്. പക്ഷേ നോഹയുടെ കാലത്തിനടുത്ത് പ്രത്യേകത പറഞ്ഞ് നിർത്തണമല്ലോ. 6:11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. 11-12 വാക്യങ്ങൾ വായിച്ചാട്ടെ. എന്നാൽ ഭൂമി ദൈവത്തിന് മുമ്പാകെ വഷളായി, ഭൂമി അതിക്രമം കൊണ്ട് നിറഞ്ഞിരുന്നു. ദൈവം ഭൂമിയെ നോക്കി, അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തന്റെ വഴി വഷളാക്കിയിരിക്കുന്നു. പാപം പെരിയ കാലം, ദുഷ്ടത പെരിയ കാലം, അകൃത്യം പെരിയ കാലം, വഷളത്വം പെരിയ കാലം.
ഇനി എന്നാ പാപം പെരുകാനാ? ഇന്നൊരു നല്ല സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കണ്ടു. പണ്ട് കുഞ്ഞിലെ 1-ാം ക്ലാസ്സിൽ കൊണ്ടുപോയപ്പം കുഞ്ഞിന് വഴിതെറ്റാതിരിക്കാൻ, പേടി കിട്ടാതിരിക്കാൻ അമ്മ ഓടിക്കൂടിയിരുന്നു. ഇപ്പം 10-ാം ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയവനെ അവൻ വഴിതെറ്റാതിരിക്കാൻ കൊണ്ടുപോവാ. കായ്ച്ചില്ലേ? കോഴഞ്ചേരിയില്ലേ 10,000 രൂപയും രണ്ട് കുപ്പി സാധനം കൊണ്ട് വന്നു 10-ാം ക്ലാസ്സുകാർ. ഈ ഉച്ചഭാഷയുടെ കേൾക്കുന്ന നിനക്ക് തൻ്റെ ഇടത്തോട് പറയാവോ എൻ്റെ കുഞ്ഞങ്ങനെ പോകത്തില്ലെന്ന്? ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങി എത്ര ഭാഗ്യമാണ് ദൈവമക്കളെ. സ്തോത്രം. പാപം പെരുകി, ദുഷ്ടത പെരുകി, വഷളത്തം പെരുകി. ഇനിയൊന്നും പെരുകാനില്ല. സ്വന്തം പെറ്റതല്ല, ഉടുതുണി മാറുമ്പോൾ മറഞ്ഞു നിന്ന് മൊബൈൽ ഫോണിൽ അതെടുത്ത് കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്ന 6 വഷളന്മാരുടെ കാലം. അമ്മ എന്തിനു ജനിപ്പിച്ചെന്ന് ചോദിച്ച് തലക്കടിക്കുന്ന കാലം. പാപം പെരുകി കഴിഞ്ഞു. കാളയേക്കാൾ കഴുതയേക്കാൾ ഈ തലമുറ അതപ്പതിച്ചു. നോഹയുടെ കാലം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ കൺമുമ്പിൽ നിറവേറുന്നു. നീ ഒരുങ്ങിയിട്ടുണ്ടോ പോകാൻ? നീ റെഡിയാണോ കാഹളം ധ്വനിച്ചാൽ പോകാൻ? ഇനി എന്നാണ് സംഭവിക്കാൻ? ഒന്നുമില്ല. വേദവസം പറഞ്ഞെല്ലാം സംഭവിച്ചു. പാപം പെരുകിയ കാലം, ദുഷ്ടത പെരുകിയ കാലം, അകൃത്യം പെരുകിയ കാലം. എന്നാൽ അതൊരു കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. 6:8 വായിച്ചു. 6:8 ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8-ാം വാക്യം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഒന്നുകൂടെ വായിച്ചേ പാസ്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൈ ഒന്ന് ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. എല്ലാവരും ആ കൈ ഒന്ന് അടിച്ച് വായും തുറന്ന് ശക്തിയോടെ സ്തോത്രം പറഞ്ഞേ. ആമേൻ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമ്മുടെ കാലം അക്കാലം പോലെ പാപം പെരുകിയ കാലം, ദുഷ്ടത പെരുകിയ കാലം, വഷളത്തം പെരുകിയ കാലം, അകൃത്യം പെരുകിയ കാലം. എന്നാൽ ഹല്ലേലൂയ, ഈ കാലത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കൃപ വേണ്ടവനെ ദൈവ കൃപയാൽ നിറയ്ക്കുന്ന കാലം, അഭിഷേകം വേണ്ടവനെ അഭിഷേകത്താൽ നിറയ്ക്കുന്ന കാലം, ശക്തി വേണ്ടവനെ ശക്തിയാൽ നിറയ്ക്കുന്ന കാലം. കരമടിച്ചോ, ശക്തിയുടെ ദൈവത്തെ സ്തുതിച്ചോ. നീ വാ തുറക്കാൻ തയ്യാറായാൽ നിന്റെ വായിൽ വചനം തരുന്ന കാലം. ഓ ഷുമാർ റഖുനിയ, നീ കൈ നീട്ടാൻ തയ്യാറായാൽ സൗഖ്യം വ്യാപരിക്കുന്ന കാലം. നീ ശാസിക്കാൻ തയ്യാറായാൽ ദുഷ്ടാത്മ വ്യാപാരം വിട്ടുപോകുന്ന കാലം. കൃപ വേണ്ടവന് കൃപ, അഭിഷേകം വേണ്ടവൻ അഭിഷേകം, ശക്തി വേണ്ടവന് ശക്തി. വേണ്ടവനത് കിട്ടും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കാലം പാപം പെരുകിയ കാലം, ദുഷ്ടത പെരുകിയ കാലം, വഷളത്തം പെരുകിയ കാലം, അകൃത്യം പെരുകിയ കാലം. വീട്ടിൽ പോലും സ്വസ്ഥമായി കിടക്കാൻ കഴിയില്ല. അപ്പനും അമ്മയ്ക്കും സ്വൈരമായി കിടക്കാൻ കഴിയില്ല. കഴുത്തെ തല കാണണമെന്നില്ല, ചുറ്റി കൊണ്ടടിക്കും, വാള് കൊണ്ട് വെട്ടും, ആ കഴുത്തറുത്ത് മാറ്റും. ഈ കാലഘട്ടത്തിൽ കൃപ വേണ്ടവനെ ദൈവം കൃപയാൽ നിറയ്ക്കും. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കാലം ദുഷ്ടത പെരുകിയ, പാപം പെരുകിയ, വഷളത്തം പെരുകിയ, അകൃത്യം പെരുകിയ, ദൈവം ദുഃഖിച്ച, ഭൂമി അതിക്രമോടെ നിറഞ്ഞ കാലമാണെങ്കിലും ഈ കാലത്തിനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് സ്തോത്രം പറയാൻ ഭാഗ്യമുണ്ട്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ മാനസാന്തരപ്പെടുന്നത്. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ സ്നാനപ്പെടുന്നത്. ഓ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചേ. നമ്മുടെ കാലത്താണ് ഏറ്റവും അധികം ആളുകൾ അഭിഷേകം പ്രാപിക്കുന്നത്. ഏറ്റവും പ്രസംഗിയർ നമ്മുടെ കാലത്താണ്. ഏറ്റവും അധികം സുവിശേഷ പ്രസംഗം നമ്മുടെ കാലത്താണ്. കൃപ പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചിരിക്കുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കോളാണ്. കൃപ പെരുകിയിരിക്കുന്നു. നോഹയ്ക്ക് കൃപ ലഭിച്ചു. എന്തിനാ കൃപ കിട്ടിയേ? കയറിക്കിടന്ന് ഉറങ്ങാനല്ല. കൃപ കിട്ടിയവന് ജോലി കൂടും. ഇന്ന് കൃപ കിട്ടിയിട്ട് ഇപ്പൊ ഉറങ്ങാനല്ല കൃപ കിട്ടിയവന് ജോലി കൂടി. അതാ ഞങ്ങളുടെയൊക്കെ ജോലി കൂടിയേ. എന്താ നോഹയുടെ ജോലി? പ്രസംഗിക്കണം, പെട്ടകം പണിയണം. പ്രസംഗിക്കണം, പെട്ടകം പണിയണം, ജോലി കൂടി. എന്താ പ്രസംഗിക്കേണ്ടത്? 2 കാര്യങ്ങൾ. ഒന്ന്, പാപം പെരുകിയ. കേട്ടോ, എല്ലാവരും കേട്ടോ. പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, വഷളത്തം പെരുകിയ ലോകത്തെ ന്യായവിധിപ്പാൻ നീതിയുള്ള ന്യായാധിപതി ഇറങ്ങി വരാൻ പോകുന്നു. 2ാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരു മാർഗമുണ്ട്. പെട്ടകം റെഡിയായി നിൽക്കുന്നു. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ഇതന്നെയാണ് ഞങ്ങൾക്കും പ്രസംഗിക്കാനുള്ളത്. പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, അകൃത്യം പെരുകിയ, വഷളത്തം പെരുകിയ ലോകത്തെ ന്യായം വിധിപ്പാൻ നീതിയുള്ള ന്യായാധിപതിയായ നസ്രയനായ യേശു ഇറങ്ങി വരാൻ പോകുന്നു. 2ാമത്തെ പ്രസംഗ വിഷയം, രക്ഷപ്പെടാൻ നിങ്ങൾക്കൊരു മാർഗമുണ്ട്. നിങ്ങൾക്ക് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് കാൽവറി കുലമരത്തിൽ 2 കള്ളന്മാരുടെ മധ്യ ഒരു കള്ളനെ പോലെ കണ്ടാലാൽ തോന്നും അറിവിരുവനായി
കൈകാലുകൾ കാരനും പാണികളാൽ കുത്തി തുളയ്ക്കപ്പെട്ടവനായി, കന്നത്തടികളേറ്റവനായി, കൈപ്പുവെള്ളം കുടിച്ചവനായി, മനുഷ്യവർഗത്തിൻ്റെ പാപശാപ രോഗദുരിതങ്ങൾ സ്വന്തം ശിരസിന്മേൽ വഹിച്ചുകൊണ്ട് കാൽവറിയിൽ പിടഞ്ഞു മരിച്ച നാസറേയനായ യേശു ക്രിസ്തു എന്ന ഏകരക്ഷാപേടകം നിങ്ങളെ രക്ഷിപ്പാൻ ഇന്ന് രാത്രി റെഡിയായി നിൽക്കുന്നു. പെട്ടകത്തിൽ കയറിയോ രക്ഷയാ, പെട്ടകത്തിൽ കയറിയ രക്ഷയാ. നോഹ എന്നൊറ്റ മനുഷ്യൻ ഓടി നടന്ന് പ്രസംഗിച്ചു. എന്തുകൊണ്ടാണ് നോഹ ഇത് പ്രസംഗിച്ചെന്നറിയാമോ? 3 കാര്യങ്ങൾ. 1, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ അത് സംഭവിക്കും. 2, നോഹ ആഗ്രഹിച്ചു, ജനം വിടുവിക്കപ്പെടണം. 3, രക്ഷപ്പെടാൻ ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു, പെട്ടകത്തിൽ കിടക്കുക. മനസ്സിലായവർ കൈവർത്തിയവരെ സൂചിച്ചേ. മുമ്പ് ഇവിടെ പാസ്റ്റർ സാം പറഞ്ഞ പോലെ അമേരിക്കയിൽ നിന്ന് 2 കാശ് തന്നിട്ടല്ലേ ഈ കൺവെൻഷൻ നടത്തുന്നത്. ഈ ദൈവമക്കളുടെ സ്വോത്ര കാഴ്ചയാണ്. അമേരിക്കക്കാരും കാശ് കൊടുക്കുമെന്ന് പറഞ്ഞാൽ അവരിയ്ക്കുക. ഈ ദൈവമക്കൾ ഈ പൈസയൊക്കെ മുടക്കി യോഗം നടത്തുന്നുണ്ടെന്നറിയാമോ? ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവം പറഞ്ഞ് സംഭവിക്കും. നോഹയുടെ കാലത്ത് മഴ പെയ്യാത്ത കാലമാണ്. മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ വിശ്വസിച്ചില്ല. ഇന്നും കാഹളം ധ്വനിക്കുമെന്നും മരിച്ചവർ ഉയർക്കുമെന്നും പറഞ്ഞാൽ പലരും വിശ്വസിക്കുന്നില്ല. പക്ഷെ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ വിശ്വസിക്കുന്നു, കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. കൈയൊന്ന് ഉയർത്തിയാട്ടെ, സ്തോത്രം പറഞ്ഞു. ഈ 2018 വെള്ളപ്പൊക്കത്തിലെ എല്ലായിടും പൊങ്ങിയില്ലേ, 4 നില വരെ പൊങ്ങിയില്ലേ. 10 ദിവസം അടുപ്പിച്ച് മഴ ഇവിടെ ചെയ്തപ്പം പൊങ്ങിയെങ്കിൽ ഇത് കാണിച്ചു തന്നാ പൊക്കാൻ ദൈവത്തിന് കഴിയുമെന്ന്, ജലപ്രളയം സജീവാണെന്ന് അല്ലേ. അപ്പം 1, നോഹ വിശ്വസിച്ചു, ദൈവം പറഞ്ഞാൽ സംഭവിക്കും. 2, നോഹ ആഗ്രഹിച്ചു, ജനം വിടുവിക്കപ്പെടണം. 3, രക്ഷപ്പെടാൻ ഒറ്റ മാർഗമേ ഉള്ളായിരുന്നു. എന്തായിരുന്നു? പെട്ടകത്തിൽ കിടക്കുക. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പ്രസംഗിക്കുന്നത് മനസ്സിലായോ? 1, ഞങ്ങൾ വിശ്വസിക്കുന്നു, കർത്താവ് പറഞ്ഞാൽ സംഭവിക്കും, യേശു മടങ്ങി വരും. കൈ ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറഞ്ഞ് ഓശേപ്പൻ 6:3 നാം അറിഞ്ഞുകൊള്ളുക, യഹോവയെ അറിയുവാൻ നമ്മൾ ഉത്സാഹിക്കുക, അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് എന്ന് പറയാൻ അർത്ഥം എന്താ? നാളെ സൂര്യൻ ഉദിക്കുന്ന സത്യമാണ് യേശു മടങ്ങി വരും സത്യം. ഇന്ത്യൻ പാർലമെൻറ്റ് കൂടി നാളെ സൂര്യൻ ഉദിക്കുന്ന പ്രമേയം പാസ്സാക്കിയാൽ സൂര്യൻ ഉദിക്കാതിരിക്കില്ല. അമേരിക്കൻ സെനറ്റ് കൂടി സൂര്യൻ ഉദിക്കുമെന്ന് പറഞ്ഞാൽ ഉദിക്കാതിരിക്കില്ല. നാളെ സൂര്യൻ ഉദിക്കുന്ന സത്യമെങ്കിൽ യേശു മടങ്ങി വരും സത്യം. പ്രൈസ് ലോർഡ്. ഞങ്ങൾ പ്രസംഗിക്കുന്നതിന് 1 കാരണം ദൈവം പറഞ്ഞാൽ സംഭവിക്കും. 2, ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചെല്ലെങ്കിലും പെട്ടത് കയറണം. 3, നോഹയുടെ കാലത്ത് പെട്ടകത്തിൽ കയറുക എന്നൊറ്റ മാർഗമേ ഉള്ളായിരുന്നു രക്ഷപ്പെടാൻ. ഈ കാലത്ത് ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ കൈ ഉയർത്തിപ്പറ, യേശു എന്ന നാമമല്ലാതെ കൈ ഉയർത്തിപ്പറ, കൈയാട്ടിപ്പറ, മറ്റൊരു നാമമില്ല. 96ലധികം മൂലകങ്ങളുണ്ട്, വാതകങ്ങളുണ്ട്, പിള്ളേർക്കറിയാം. പക്ഷേ ശ്വസിക്കാനുള്ളത് എന്താ? ഓക്സിജൻ. കാർബണുണ്ട്, സിലിക്കനുണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ഹീലിയമുണ്ട്. പക്ഷേ ശ്വസിക്കാൻ ഒറ്റമൂലി ഓക്സിജൻ. ഇവിടുത്തെ ഹൈന്ദവർ സഹോദരങ്ങൾ ഓക്സിജൻ ശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ കാർബൺ ഡൈ ഓക്സൈഡെ ശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റുപോക്കാം. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ ഓക്സിജൻ ശ്വസിക്കുന്നതുകൊണ്ട് മുസ്ലിങ്ങൾ ഹീലിയമേ ശ്വസിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റുപോക്കാം. കാനഡയിൽ പോകൂ, ഓസ്ട്രേലിയയിൽ ചെല്ലൂ, ഹൂസ്റ്റണിൽ ചെല്ലൂ, സൗത്ത് ആഫ്രിക്ക ചെല്ലൂ, അരി ചോറാകണേ എന്നാ ചെയ്യണം? ഞാൻ പഠിപ്പിക്കണമെന്ന് തോന്നല്ലോ. അരി ചോറാകണേ, വെള്ളത്തിൽ കഞ്ഞി വെക്കണം. ഹിന്ദു സഹോദരങ്ങൾ വെള്ളത്തിലായതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യാനികൾ മണ്ണെണ്ണയിലെ കഞ്ഞി വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ കാറ്റ് പോക്കാം. അരി ചോറാകാൻ വെള്ളത്തിൽ കഞ്ഞി വെക്കുക എന്ന് ഒറ്റമൂലി നൽകിയ ദൈവം. 98 108 മൂലകങ്ങളിൽ ഓക്സിജൻ എന്ന ഒറ്റമൂലി നൽകിയ ദൈവം. മനുഷ്യ രക്ഷപ്പെടാൻ ഒറ്റമൂലി, അതാണ് നാസറേയനായ യേശു. കൈയാട്ടിയൊരു സ്തോത്ര ശക്തിയോടെ പറയും. നിർത്തേണ്ട സമയമായി. നോഹ ഓടി നടന്ന് പ്രസംഗിച്ചു, ആരും കയറിയില്ല. നമ്മുടെ ആശാരി ഉപദേശിയുടെ ഭാഷയിൽ പറഞ്ഞാൽ പെട്ടകം പണിത് ആശാരി പോലും കയറിയില്ല. അവസാനം കണ്ടറിയാത്തവനൊക്കെ കൊണ്ടറിഞ്ഞു. കേട്ടറിയാത്തവൻ കണ്ടറിയും, കണ്ടറിയാത്തവൻ കൊണ്ടറിയും. ആരും കയറിയില്ല. നോഹ തൻ്റെ ഭാര്യയും പിള്ളേരെയും പിടിച്ച് പെട്ടകത്തിൽ കയറി. ഈ നോഹയുടെ ഒരു പ്രത്യേകത, അവൻ്റെ മക്കൾ 3 പേരും പെട്ടകത്തിൽ കയറി, ഭാര്യ കയറി, മരുമക്കളും കയറി. നോഹയുടെ കാലം പോലെ ലോത്തിൻ്റെ കാലം പോലെ ആകും. ലോത്തിൻ്റെ പ്രത്യേകത, ലോത്ത് ഓടി നടന്നു, പക്ഷേ അവൻ്റെ പെണ്ണുമ്പിള്ളേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല, പിള്ളേരെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നോഹയുടെ കാലം എന്ന പുസ്തകത്തിൽ എഴുതി എപ്പോഴും ഞാൻ പറയും, ലോകം മുഴുവൻ ഓടി നടന്ന് പ്രസംഗിച്ചിട്ട്
ആരെയും നേടാൻ കഴിഞ്ഞില്ലേലും കുറഞ്ഞ പക്ഷം നിന്റെ പെണ്ണും പിള്ളയും പിള്ളേരുമെങ്കിലും ഈ പെട്ടകത്തിൽ കിടക്കണം. സ്തോത്രം കേട്ടില്ലല്ലോ. എല്ലാ പ്രസംഗികരും എല്ലാ പ്രവാചകരും എല്ലാ പ്രവാചകരും ഓർത്തോണം, ആരെയും നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാനും എൻ്റെ കുടുംബം ഈ പെട്ടകത്തിലുണ്ടെന്ന് ഉറപ്പ് പ്രാപിക്കും. കന്നുയർത്തിയാട്ടി ദൈവത്തെ സൂചിച്ചു കയറിയിരുന്നു. ആളുകൾ പരിഹസിക്കാൻ തുടങ്ങി. മഴ പെയ്യാത്ത കാലത്ത് മഴ പെയ്യുമെന്നും പറഞ്ഞ് ഇവിടുത്തെ പെണ്ണും പിള്ളയും പിള്ളേരെയും വിളിച്ച് പെട്ടകത്തിൽ കയറിയിരിക്കുന്നു. ചുറ്റും പരിഹസിക്കുക, നമ്മളെയും പരിഹസിക്കുക, കർത്താവ് വരുമെന്ന്. ഞാൻ എവിടെയോ ഇവിടെ കല്യാണത്തിൽ പറഞ്ഞു, ഞാൻ എവിടെയോ പ്രസംഗിച്ച, നമ്മുടെ പ്രസംഗം ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, 10 വർഷം കഴിഞ്ഞാൽ കിട്ടും, ലൈവിൻ്റെ ഒരു ഗുണമാണ്. അപ്പോൾ യേശു വരാറായി ഒരു മെസ്സേജ് കിടക്കുക, അതിൻ്റെ അടിയിൽ ഒരാൾ എഴുതിയേക്കുക നോക്കിയിരുന്നോളെ. നോക്കിയിരുന്നു. ഞങ്ങൾ കമൻറ്റുകൾ നോക്കാറില്ല, ഇപ്പം വരും നോക്കിയിരുന്നോളാൻ. അപ്പം ഞാൻ നോക്കിയത് ആരാ എഴുതിയേ, അതിനടിയിൽ എഴുതിയേക്കുക എലിസബത്ത് ജോർജ് എന്ന്. എലിസബത്ത് ജോർജ് എഴുതിയേക്കുക നോക്കിയിരുന്നോളാൻ. കണ്ടോ, നിന്റെ പിള്ളേരെ വചനം പഠിപ്പിച്ചോ? യേശു വരുമെന്ന് അറിയാമോ നിന്റെ തലമുറയ്ക്ക്? എന്താ അഹങ്കാരമാ എലിസബത്ത് ജോർജിന്. ഇങ്ങനെ നിങ്ങളുടെ ഒരു കല്യാണം നടത്തിയപ്പോൾ ആ പെങ്കൊച്ച് എലിസബത്ത് ജോർജ് ആയിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഈ മോളെ എലിസബത്ത് ജോർജ് എന്ന പേര് മാത്രമല്ല, ദൈവമുള്ളവളാ, അല്ലാതെ ഒരു എലിസബത്ത് ജോർജ് പറഞ്ഞതാ നോക്കിയിരുന്നു അപ്പം വരുമെന്ന്. സ്തോത്രം. നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചോ, ആക്ഷേപിച്ചോ, എത്ര നാളായി യേശു വരുമെന്ന് പറഞ്ഞോ, പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവ് വരും. ഒന്ന് കൈ ഉയർത്തി ആകണം. സ്തോത്രം പറ. സ്തോത്രം. ആരും പെട്ടകത്ത് കയറില്ല, ആരും കയറില്ല. എന്നോ നോക്ക്. അങ്ങനെ നോഹ ഇരിക്കുമ്പോൾ പെട്ടകത്തിന് മുമ്പിൽ വലിയൊരു ക്യൂ. എന്താ ക്യൂ? ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മ്ലാവുണ്ട്, മുയലുണ്ട്. ഈരണ്ടായി പെട്ടകത്തിന് മുമ്പിൽ വലിയ ക്യൂ. വിശേഷ ബുദ്ധിയുള്ള മനുഷ്യൻ അനുസരിക്കാതെ വന്നപ്പോൾ വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പെട്ടകത്തിന് മുമ്പിൽ ക്യൂ നിന്നു. ഈ മൃഗങ്ങളുടെ പട്ടകപ്രവേശനം എന്തിനെ വിളിച്ചറിയിക്കുന്നറിയാമോ? യേശു കർത്താവിൻ്റെ വരവെടുക്കുമ്പോൾ ജാതീയ മണ്ഡലത്തിൽ ദൈവം അയക്കുന്ന ഉണർവിനെ കാണിച്ചു. ഒന്നുകൂടെ പറയാം, എൻ്റെ ഭാഷയെ പറയാം. തോമാസിയുടെ കാലം മുതൽ പാരമ്പര്യം പറയുന്ന പല സുറിയാനികളും ഈ പെട്ടകത്തിൽ കയറാൻ അറച്ചു നിൽക്കുമ്പോൾ, മടിച്ചു നിൽക്കുമ്പോൾ, കല്ലരിച്ചു കുടിക്കുന്ന കപ്പടാമീശം വെച്ച് വെള്ളമടിച്ച് ഓടെ കിടന്നുറങ്ങുമ്പോൾ ഒരു പാരമ്പര്യവും പറയാനില്ലാത്ത നുറുദീനും അഷറപ്പും അലിവിയും ഗോപാലകൃഷ്ണനും ഭാസ്കരപിള്ളയും ഒക്കെ ഇതിനകത്ത് കയറി ഈ ജീവന്റെ വനം പ്രസംഗിക്കുമ്പോൾ നീ ഓർത്തോണം, കൃപയുടെ വാതിലടയാറായി, പെട്ടകത്തിന് വാതിൽ കൂട്ടാറായി, യേശു മടങ്ങി വരാറായി. കുറെ കാലങ്ങൾക്ക് മുമ്പ് ഞാൻ നവാർപൂർ കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയി. 35,000 40,000 ആളുണ്ട്. 40,000 അതിൽ മലയാളികൾ 1000 എണ്ണം, ക്രിസ്ത്യാനി 1000, ബാക്കി 38,000 എണ്ണവും വിവിധ ഭാഷയിൽ നിന്ന് വാംശയിൽ നിന്ന് വന്നവരാ. അപ്പോൾ ആന, കടുവ, സിംഹം നിർത്തേണ്ട സമയം, പുള്ളിപ്പുലി, മ്ലാവ്, മുയല്, ഈരണ്ടായി വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ കാട്ടുപ്രാക്കൾ സംഘമെല്ലാം കൂട്ടത്തോട് വരിക. നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കിയേ, കെനിയയിലും സൗത്ത് ആഫ്രിക്കയിലും ഒക്കെ ഉണർവ് നടക്കുക. കൂട്ടത്തോട് ജനം ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കുക, സ്നാനക്കടവിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ലക്ഷണം എന്തെന്നറിയാമോ? ഹല്ലേലൂയ, ഈ പെട്ടകത്തിന് വാതിലടയാറായി. കൈ ഉയർത്തിയാട്ടെ, സ്തോത്രം പറഞ്ഞാട്ട്. ഇപ്പം നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാദൃശ്യം. അതെങ്ങനെയെന്ന് പറഞ്ഞ് നിർത്താം. നോഹയുടെ പെട്ടകത്തിൽ എല്ലാ ജാതി മൃഗവും ഉണ്ടായിരുന്നു. ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്, പുള്ളിപ്പുലിയുണ്ട്, മാവുണ്ട്, മുയലുണ്ട്. ഇതുപോലെ ദൈവസഭയാകുന്നത് ഒരു ജാതിയിൽ നിന്ന് പെറ്റുവരികുമ്പോഴല്ല, പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായിത്തീരും. നിങ്ങളുടെ സഭയെ ഒരു ജാതിക്കാരെ ഉള്ളെങ്കിൽ എൻ്റെ അർത്ഥം നിന്റെ സഭ ദൈവസഭയല്ല. കുഞ്ഞാടെ നീ അർക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽപ്പെട്ട ഞങ്ങളെ നിനക്കായി വിലയ്ക്കുക. വേർപെട്ട് ദൈവമക്കൾ ആരാധന ചെന്ന് നോക്കാൻ, അതിനകത്ത് എല്ലാ ജാതിയും ഉണ്ട്, ഇന്നാളുകാരുണ്ട്, മുന്നാളുകാരുണ്ട്, എല്ലാം ഉണ്ട്. SNDP ന്നും NSS ന്നും അതാ പള്ളി പറഞ്ഞ ശരിയാ. എല്ലാം പൈസ കൊടുത്തൊന്നും അല്ല, പൈസ കൊടുത്തുമ്പോൾ ആരും വരത്തില്ല. SNDP, NSS എല്ലാ വകയും, ഇവാഞ്ചലിക്കലിന് CSA അല്ലേ ഇതിനകത്തിരിപ്പില്ലേ, CMS എല്ലാ വകയിനകത്തുണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ദൈവസഭയാണെന്ന്. ദൈവസഭ പെറ്റുപെരുകുന്ന സംഘമല്ല, മുക്കിക്കൂട്ടുന്നവരുടെ സംഘിയല്ല. പല ജാതിയിൽ നിന്ന് ഒരു ജാതിയായി തീർന്നവരാണ് ദൈവസഭ. അപ്പം ദൈവസഭയ്ക്കകത്ത് എല്ലാ ജാതി മൃഗവുമുണ്ട്. പക്ഷേ ഈ മൃഗങ്ങളെല്ലാം മാനസാന്തരപ്പെട്ട മൃഗങ്ങളായിരിക്കണം. മാനസാന്തരപ്പെട്ട മൃഗങ്ങളായിരുന്നു. ആന കരയിലെ വലിയ ജീവിയാണ്, സിംഹം കാട്ടിലെ രാജാവാ. പക്ഷെ പെട്ടകത്തിനകത്ത് കയറി ഞാൻ ആനയാ കൂനയാണെന്നും പറയരുത്. പെന്തക്കോസുകാരുള്ള ദൂതാ. സ്വോത്രം. സിംഹം കാട്ടിക്കിടന്ന് അമറിയ എല്ലാം ഞെട്ടും, പെട്ടകത്തിനകത്ത് കയറി അമറരുത്. പുറത്ത് മാംസബുക്കായിരിക്കും, ഇതിനകത്ത് സസ്യബുക്കായാലേ ഒക്കൂ. നോക്കയപ്പച്ചൻ തരുന്നേം കഴിച്ചുകൊണ്ട് മര്യാദയ്ക്ക് അടങ്ങി കിടന്നോണം. ഇല്ല എന്നാ പറ്റും?
അയ്യോ ഒന്ന് പറ തോന്നി അമലക്കാരെ. പെട്ടകത്തിൽ കിടന്ന് അമറിയാൽ എന്ത് പറ്റും? ആ എങ്ങോട്ടാ ഇവിടുന്ന്? വെള്ളം വെറും വെള്ളമല്ല, അതിൻ്റെ പേരാ ന്യായവിധിയുടെ വെള്ളം. നീ കിടന്ന് അമറരുത്. ഈ മർമ്മമൊന്നും അറിയാതെ ഉറവെന്ന് അമറിക്കോളൂ അല്ലേ. കാനമച്ചൻ പറഞ്ഞതാ ശരി, അച്ഛനില്ലേലും അച്ഛൻ പറഞ്ഞതാ ശരി. എന്താ അച്ഛൻ പറഞ്ഞറിയാമോ? എവിടെ കിടന്ന് മുടിഞ്ഞവനെയും പെന്തക്കോസി കൊണ്ടുവന്ന് നന്നാക്കാം. ഇവിടെ മുടിഞ്ഞവൻ എവിടെ പോയാലും നന്നായില്ല. സത്യമല്ലയോ? മെഡിക്കൽ കോളേജല്ലേ കേസാ. എവിടെ മുടിഞ്ഞവനും ഇവിടെ നന്നായിട്ടുണ്ട്. ഇവിടെ വന്ന് മുടിഞ്ഞവൻ എവിടെ പോയി നന്നായില്ല. ആനയും കടുവ സിംഹവും പുള്ളിപ്പുലി എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം മാനസാന്തരപ്പെട്ടതാ. ഈ കുറുക്കച്ചാര് പെട്ടകത്തിൽ കിടക്കാൻ വരുമ്പോൾ നോകയപ്പച്ചൻ ചോദിക്കും, വന്നതിൽ താങ്ക്സ്. മാനസാന്തരപ്പെട്ടതാണോ? കാരണം ഇതിനകത്ത് കോഴിയുണ്ട്. കോഴി മാനസാന്തരപ്പെടാതെ ഒരൊറ്റ കുറുക്കം കയറിയാൽ മതി, സകല കോഴി അവൻ നിന്നിട്ട് പോകും. ഉപദേശിമാരോട് ഞാൻ പറയാം, ആളെ കൂട്ടാൻ വേണ്ടി ഗുണപ്പെടാത്ത കുറുക്കന്മാരെ കയറ്റരുത്. സകല കോഴി അവൻ നിന്നെ തിന്നിട്ട് പോകും. ഇത് അപ്പുറത്തൊരുത്തൻ ചാടാൻ നോക്കിയിരിക്കും ഇപ്പുറത്ത് സെക്രട്ടറി ആക്കാൻ. അയ്യോ സ്തോത്രം, ഉടഞ്ഞാൽ ഇവിടെ കിടക്കട്ടെന്ന്. ഈ സാത്താനെ ഏൽപ്പിക്കാന്നൊരു പരിപാടിയുണ്ട്. അതും അച്ഛൻ പറഞ്ഞ സാത്താനെ ഏൽപ്പിക്കുക. ഇവിടെ ഒന്നും ഗുണപ്പെടാത്തവനെ സാത്താനെ ഏൽപ്പിക്കുക. വായിച്ചിട്ടില്ലയോ നിങ്ങൾ? ഇതുകൊണ്ട് ഉണ്ടോ? ഉണ്ട്. സാത്താനെ ഏൽപ്പിക്കുക. അപ്പോൾ ഈ സഭ സാത്താനെ ഏൽപ്പിക്കാനായിട്ട് ഇങ്ങനെ ഇട്ടുകൊടുക്കാൻ തുടങ്ങുമ്പോൾ അപ്പുറത്തെ തട്ടിക്കൊണ്ടങ്ങ് പോയി. സാത്താനെയും കളിപ്പിക്കുന്ന പാർട്ടികളുണ്ട്. പിന്നെ അവനെങ്ങനെ ഗുണമാവും? നീ നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാധിച്ചവാ. ആനയും കൂനയൊക്കെ ഇതിനകത്തുണ്ട്. പക്ഷെ മര്യാദയ്ക്ക് ഇരുന്നോണം. ഇതിനകത്ത് മാനസാന്തരപ്പെട്ടവനാ. ഞാൻ പലപ്പോഴും പറയും, ദൈവമക്കളെ ഇപ്പം എന്താ പ്രസംഗികർക്ക് ചിന്ത, അവർ കയറി കഴിഞ്ഞാൽ ഇരിക്കുന്നവരെല്ലാം മോശക്കാരാണ്. നോ നോ നോ, എന്നേക്കാൾ അത്ര വിദ്യാഭ്യാസമുള്ള, സംസ്കാരമുള്ള, പാണ്ഡിത്യമുള്ളവരായി എൻ്റെ മുമ്പിൽ ഇരിക്കുന്നറിയാമോ? പക്ഷേ ഒരു ദൈവത്തിൻ്റെ ദാസൻ മുമ്പിൽ നിന്ന് പറയുമ്പോൾ, അതും പാസന്മാർ പഠിച്ചോണം, കൈ ഉയർത്താൻ പറയുമ്പോൾ അവർ കൈ ഉയർത്തും, കൈ ആട്ടാൻ പറയുമ്പോൾ കൈ ആട്ടും, കൈ അടിക്കാൻ പറയുമ്പോൾ കൈ അടിക്കും. നിന്നെ മാനിച്ചല്ല, നിന്നെ സുവിശേഷ വിലയ്ക്ക് വിളിച്ച ദൈവത്തെ മാനിച്ച. കൈ ഒന്ന് ഉയർത്തിയാട്ടി ദൈവത്തെ സ്തുതിച്ചേ. ഓ ഹുഷമാറാകയ്യ, കരങ്ങളൊന്ന് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. മാനസാന്തര ലക്ഷണമായത്. സ്തോത്രം സ്തോത്രം. നോഹയുടെ പെട്ടകം ദൈവസഭയ്ക്ക് സാധിച്ചത് പറഞ്ഞു നിർത്താം. ന്യായവിധിയുടെ വെള്ളം താഴേക്ക് പെയ്തിറങ്ങിയപ്പോൾ നോഹയുടെ പെട്ടകം മുകളോട്ട് പൊങ്ങുവാൻ തുടങ്ങി. രാത്രി സുഹൃത്തെ, നിങ്ങൾ വിശ്വസിച്ചാലുമില്ലെങ്കിലും ദൈവീയ ന്യായവിധി എരച്ചിറങ്ങാൻ പോകുന്നു, ഇടിച്ചിറങ്ങാൻ പോകുന്നു. പാപം വഷളത്വം വർദ്ധിച്ചു. ദൈവം ഇത് കണ്ടുകൊണ്ടിരിക്കില്ല. ദൈവത്തിൻ്റെ ന്യായവിധി ഇടിച്ചിറങ്ങും. എന്നാൽ ഇവിടെ നിന്ന് ദൈവത്തിൻ്റെ സഭ മുകളോട്ട് പൊങ്ങും. ഇവിടെ കയറി വരുന്ന ശബ്ദത്തിങ്ങൾ കർത്താവിൻ്റെ സഭ മാറ്റപ്പെടും. നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ ആ പെട്ടകത്തിലുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ടോ? നിന്റെ തലമുറയുണ്ടോ? ഈ രാത്രി കാഹളം നുണിച്ച് എടുക്കപ്പെടുമോ? ഈ ലോകത്തോടൊപ്പം നശിക്കല്ലേ. കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുക. യേശു വരാറായി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രൻ്റെ വരവുമാകും. ജലപ്രളയം എല്ലാവരും മൂടിക്കളവിൽ അറിഞ്ഞില്ല. അവർ തിന്നും കുടിച്ചും വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും പോന്നു. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെയാകും. എനി ടൈം ഇമിനൻ്റാണ് നാശം, പെട്ടെന്നാണ്. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് നാശം വരും. രണ്ട് കാര്യം എപ്പോഴും പ്രതീക്ഷ വേണം. ഒന്ന് മരണം, പെട്ടെന്നാ ജീവാവസാനം. എനി ടൈം. ഇന്നലെ കാണാത്ത പല്ല് ഇന്നില്ല, ഇന്ന് കാണുന്ന പല്ല് നാളെ ഇല്ല. ചിലർ പറയും മുമ്പേ കണ്ടതേ ഉള്ളെന്ന്. യെസ്, ഏത് നിമിഷവും മരണം, ഏത് നിമിഷവും കാഹളം ധ്വനിക്കാം, ഏത് നിമിഷവും ഈ ലോകത്തിന് തിരശ്ശീല വീഴാം. റെഡി ആയിട്ടുണ്ടോ? എല്ലാ കണ്ണും അടച്ചേ. ഒത്തിരി പ്രസംഗം ഒത്തിരി നാളായി കേട്ടു. കർത്താവേ, നിൻ്റെ വരവെപ്പോഴെന്ന് എനിക്കറിയില്ല, എന്നെ ഒരുക്കണമേ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്, നിൻ്റെ വരവിനായി ഒരുക്കണം. ഇന്ന് രാത്രി 99% ദൈവമക്കളാ. മക്കളെ, കുഞ്ഞുങ്ങളെ, കൈവിടപ്പെട്ടു പോകരുത്. പണമില്ലാതെ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം, ഡോളറില്ലാതെ ജീവിക്കാം. ദൈവകൃപയില്ലാതെ നിനക്കും നിന്റെ തലമുറയ്ക്കും ഒരു സെക്കൻഡ് ഇവിടെ നിൽക്കാൻ കഴിയില്ല. മക്കളൊക്കെ ഒന്ന് കരഞ്ഞോ? സ്തോത്രം ചെയ്തോ? മക്കളൊക്കെ യേശുവേന്നൊന്ന് വിളിച്ചേ. മക്കളെ, അപ്പച്ചാന്നൊന്ന് വിളിച്ചേ. നിന്റെ കൃപയുടെ മേൽ പറയണമെന്ന് പറ. എന്റെ ദുഷ്ട തലമുറ എനിക്ക് നിൽക്കാൻ നിന്റെ കൃപ തരണമേ, അഭിഷേകം തരണമേ. എന്നെ എൻ്റെ തലമുറ ഒരുക്കണേ. ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ ഇതാന്ന് പറഞ്ഞ് അവിടെ നിൽക്കണപ്പാ. അതിനായി എന്നെ സമർപ്പിക്കുന്നു, എന്നെ കഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കൂ. യേശുവേ എന്നൊന്ന് വിളിച്ചാട്ട്. എന്നെ കഴുകണമേ എന്ന് പറ, എന്നെ വിശുദ്ധീകരിക്കണമേ എന്ന് പറ.
ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ ഏൽപ്പിക്കുന്നു. ഞങ്ങളെ ശുദ്ധീകരിക്കണേ. നിന്റെ വരവിനായി ഞങ്ങൾ ഒരുക്കണമേ. പാപം പെരുകിയ, ദുഷ്ടത പെരുകിയ, അകൃത്യം വർദ്ധിച്ച ഈ ദുഷ്ടലോകത്തിൽ നീതിമാനായ നോഹയെപ്പോലെ അങ്ങയോടൊപ്പം നടക്കാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കരവരെ തൊടുന്നോർത്ത് സ്തോത്രം. നിന്റെ ശക്തി അവിടെ മേൽ വ്യാപരിക്കുന്നോർത്ത് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനോട് കൈകൾ താഴ്ത്തിക്കിട്ടേ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സന്താനം എവിടെയാണെങ്കിലും ദൈവശക്തി അവിടെ വ്യാപരിക്കട്ടെ. കർത്താവിനോടൊന്ന് പറ, കർത്താവെ, എൻ്റെ തലമുറയെ അങ്ങ് വിളിക്കണം സുവിശേഷ വിലയ്ക്കായി. വിട്ടുതരാൻ ഞാൻ തയ്യാറാ കർത്താവേ. ജോലിയോടോ ജോലി കൂടാതെ അവർ സുവിശേഷം പ്രസംഗിക്കട്ടെ. യേശുവിനെ അവർ നമ്മളൊക്കെ പോയി കഴിഞ്ഞാൽ കർത്താവ് വരാൻ താമസം അവർ വേണ്ടേ? ഇല്ലെങ്കിൽ തന്നെ എൻ്റെ കണ്ണടയും മുമ്പ് എൻ്റെ തലമുറ ആത്മീയരാകണം. എൻ്റെ സന്താനം എൻ്റെ യേശുവിനെ അറിയണം. എനിക്കത് കണ്ടാൽ മതിയപ്പ എന്ന് പറയുന്നവർ കൈ ഉയർത്തി, തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കൈ ഉയർത്തിയെ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ദുഷ്ടന്റെ ചെങ്കോൾ നീതിമാന്റെ അവകാശം ഇരിക്കില്ല നിന്റെ മേൽ, നിന്റെ സന്താനത്തിന്മേൽ. ഓ ഷമ റൊക്കുനിയ, ദുഷ്ടന്റെ ചെങ്കോൾ ഇരിക്കില്ല. നാം ഇവിടെ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ നമ്മുടെ മേൽ, നമ്മുടെ സന്താനത്തിന്മേൽ ദൂഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ല. ഇന്ന് രാത്രി തകർക്കപ്പെടണം. സുവിശേഷയോഗം വെറും പ്രസംഗ കസർത്തല്ലെന്നേ, ഈ രാത്രി ഒരു വിടുതൽ ഇവിടെ സംഭവിക്കണം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗ്ഗപിതാവേ, ഞങ്ങളുടെ സന്താനങ്ങളെ ഏൽപ്പിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അഭിഷേകം നുകത്തെ തകർക്കുമെങ്കിൽ ഞങ്ങളുടെ മേലോ, ഞങ്ങളുടെ സന്താനത്തിന്മേലോ ദൂഷ്ടന്റെ ചെങ്കോൽ ഇരിക്കരുത്. ഇന്ന് രാത്രി അഭിഷേകത്താൽ ആ നുകങ്ങൾ തകർക്കപ്പെടട്ടെ. ഞങ്ങളുടെ കൺമുമ്പിൽ അവർ ആത്മീയരായി മാറട്ടെ. നിന്റെ കരം അവരെ തൊടുന്നു. നിന്റെ ശക്തിയോടെ മേൽ വ്യാപരിക്കുന്നവർക്ക് സ്തോത്രം. യേശുവിൻ നാമത്തിൽ നിന്ന് എല്ലാവരും കൈയടിച്ചാട്ടെ, വായോർന്നാട്ടെ.